അത്ര നാളും നിൻ കൃപയെ ഞാൻ സ്തുതിക്കും. അത്രിദീവവാസികൾക്കു ചിത്രമായ നിന്റെ നാമം ഉത്തരോത്തരം നിനയ്ക്കുവാൻ അരുൾക നീ. സിയോൻ മണവാളനേ ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാ ഇടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ. സിയോൻ മണവാളനേ ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. നാശപാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആയിരിക്കുന്ന ദൈവദാസന്മാര്, നമ്മുടെ അപ്പച്ചൻ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വീണ്ടും വന്ന് നമ്മെ ചേർക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എല്ലാവർക്കും അറിയിക്കുന്നു. ഇവിടെ വരുവാൻ തക്കവണ്ണം കുറച്ച് നാളിന് മുൻപേ അറിഞ്ഞുവെങ്കിലും ഹല്ലേലൂയ വരുവാൻ തടസ്സങ്ങൾ ഉണ്ടായി. എന്നാലും കർത്താവിന്റെ നാമത്തിൽ പോകണം, ഹല്ലേലൂയ, എനിക്ക് പോയേ പറ്റും, ഹല്ലേലൂയ എന്ന് തീരുമാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പനിയുടെ അസ്വസ്ഥതകൾ, പ്രയാസങ്ങള് ആ ദിവസങ്ങളിലെല്ലാം വന്നു. എങ്കിലും തക്ക സമയത്ത് ഇവിടെ കടന്നു വരുവാൻ സ്റ്റാൻഡിൽ വന്നപ്പോൾ ഹല്ലേലൂയ അച്ഛൻ വന്നു കൊണ്ടുപോരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. നിങ്ങൾക്ക് തമ്മിൽ ആദ്യം നിങ്ങൾ കണ്ടിട്ടേ ഇല്ല, പക്ഷേ കാറിൽ കടന്നു വരികയും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കാണിച്ചു, കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ദൈവമക്കളുടെ ആ സ്വാധീനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ കടന്നു വരുവാൻ കാരണമായി തീർന്നത് നമ്മുടെ ശുഭിയാന്റിയൊക്കെ ലോകങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ കണ്ടു, പരിചയപ്പെട്ടു. ഹല്ലേലൂയ ഇല്ലാന്റിയൊക്കെ അറിയാമായിരുന്നു. പിന്നെ ഇവിടുത്തെ മോളെ ഹല്ലേലൂയ സിസ്റ്ററിനെയൊക്കെ അറിയാമായിരുന്നു. കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒരിക്കൽ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് ഹല്ലേലൂയ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനങ്ങാതെ ഞാൻ ഇരുന്നപ്പോ എന്ത് ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നു, ഹല്ലേലൂയ. ദൈവവിളി കിടക്കുന്ന ഒരു വ്യക്തി, അനേക സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുവാനുള്ള വ്യക്തി, എന്ത് ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നു എന്നുള്ള ഒരു ഒറ്റ ചോദ്യം ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിൽ ചാടി എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. അത് ഇവിടം വരെയൊക്കെ എത്തിച്ചു. ദേശത്തിന്റെ ഹല്ലേലൂയ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും തന്നെ കർത്താവ് ഹല്ലേലൂയ കൊണ്ടുപോകുവാനും ദൈവത്തിന്റെ സന്ദേശം അറിയിപ്പാനും തക്കവണ്ണം ഈ നാളുകളിലൊക്കെയും ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ ഹേമിപ്പിച്ച ഒരു വചനം ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവസന്തതിയായവൻ, ഹല്ലേലൂയ ശ്രദ്ധിക്കണമേ, ദൈവസന്തതിയായവൻ എന്റെ വചനം കേൾക്കും. ഹല്ലേലൂയ. ദൈവസന്തതിയായവർക്ക് മാത്രമേ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാൻ മാത്രമാണ്. എന്നിലൂടെയാണ് പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നത്. പക്ഷെ എന്റെ പിതാവിന്റെ ആകർഷണമില്ലാതെ എന്നെ ആരും അറിയുന്നില്ല. ഒന്നുകൂടി പറഞ്ഞില്ല, പിതാവിന്റെ കൃപ ലഭിക്കാത്തവർക്ക് കർത്താവിന്റെ വചനം എടുക്കുവാൻ സാധ്യമല്ല. പലയിടത്തിൽ ചെല്ലുമ്പോൾ പലയിടത്തിലും ഹല്ലേലൂയ കാണുന്ന കാഴ്ചകള് സഹോദരിമാരായവരെ ഒരുപക്ഷെ താഴ്ത്തിക്കെട്ടുന്ന അനുഭവം കണ്ടിട്ടുണ്ട്. എന്നാൽ പല പ്രാവശ്യം ഞാനൊരു ഹല്ലേലൂയ ബ്രദറൻ സഭയിൽ ബോൺ അഗൈൻ ആയ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ എന്റെ സമയമായപ്പോൾ എന്നെ
അതിൽ നിന്ന് പുറത്തെടുത്തു കർത്താവ്. ഹല്ലേലൂയ. പലവിധമായ പ്രയാസ ഘട്ടങ്ങളിൽ കൂടിയാണ് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കി തീർത്തത്. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ ലഭിച്ചവർക്ക് അടങ്ങിയിരിക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ നാം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പിൻ, ഭൂമിയിലുള്ളതിനെ അല്ല. എന്റെ കർത്താവിന്റെ നാമത്തിൽ വീണ്ടും പറയുകയാണ്, കർത്താവിന്റെ മക്കൾക്ക് ജീവനുള്ള ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ ഉണർത്തിയെടുക്കുവാൻ, ഇന്നലെ പറഞ്ഞ പോലെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചെടുക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ സ്വാധീനിച്ച ആ വാക്യം ഒരു ചെറിയ വാക്യമാണെങ്കിലും അതിലൂടെ അനേക കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുവാനുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ആ വാക്ക്, ദൈവത്തിന്റെ ആ വാക്ക് ഹല്ലേലൂയ എന്നെ വല്ലാതെ ആകർഷിച്ചു. കാരണം ദൈവസന്തതിയായവർക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ സാധിക്കും. അതിനുശേഷം താഴെ ഒരു ഭാഗം 52-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു കാലത്തും മരണം കാണുകയില്ല എന്ന്. ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് കൺവെൻഷൻ, പരസ്യയോഗം, ഉപവാസ പ്രാർത്ഥന, ഇതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനമായ പോയിന്റ് എന്താണ്? പലപ്പോഴും മനുഷ്യർ ആ പോയിന്റ് മറന്നു പോകുന്നു. എത്ര കർത്താവിന്റെ കർത്താവ് ഏറ്റ കഷ്ടതകൾ നാമെ നേടിയെടുക്കുവാൻ ദൈവമായിരുന്നവൻ താണലോകത്തിലേക്ക് വന്നു. പക്ഷെ താണിരിക്കുന്നവർ മുകളിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു. സകലവും ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പല സ്ഥലത്തും അവഹേളിക്കപ്പെട്ടപ്പോൾ കർത്താവ് കുനിഞ്ഞു നിന്നത് നമ്മുടെ തല ഉയർത്തുവാനാണെന്ന് നാം മറന്നുപോയി. ഹല്ലേലൂയ. നമ്മുടെ തല ഉയർന്നു വന്നപ്പോൾ ഉയർന്നു തന്നെ ഇരിക്കണമെന്നുള്ള ഒരാഗ്രഹം, അത് പാസ്റ്റർ പറഞ്ഞതുപോലെ പല പിശാചിന്റെ പല തന്ത്രങ്ങളാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ നാം എന്തെങ്കിലും ഒരു വചനം പഠിച്ച് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ എവിടെയെങ്കിലും കയറിക്കഴിഞ്ഞാൽ ഞാൻ എന്നേക്കാൾ വലുത് ആരുമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ തെറ്റി. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാലല്ലാതെ എനിക്ക് ഇവിടെ നിൽക്കുവാൻ സാധ്യമല്ല. ഈ ജഡികമായിട്ട് ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ഞാൻ എങ്ങനെ ശ്രദ്ധിച്ചാലും എനിക്കിവിടെ നിൽക്കുവാൻ ഒരു യോഗ്യതയുമില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ അങ്ങനെ ഹല്ലേലൂയ, എനിക്ക് പലപ്പോഴും ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ ജോലി കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇനി എനിക്ക് ഹല്ലേലൂയ ആരാധനയ്ക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയാൽ എനിക്ക് ഫുൾ ടൈം കർത്താവിന്റെ കൂടെ ഇരിക്കണം. നമുക്ക് കൂടി വന്നാൽ 2-2.5 മണിക്കൂർ എങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി കലക്കിയെടുത്ത് ഹല്ലേലൂയ നമ്മൾ വീട് പിടിക്കാൻ നോക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്ക് ആരാധന ഫുൾ ടൈം ഇരിക്കണം. ഒരു ദിവസം ഫുൾ ടൈം എനിക്ക് കർത്താവിന്റെ കൂടെ ഇരിക്കണം. അത് എവിടെ കിട്ടും? അതെങ്ങും കിട്ടുകയില്ല. ഹല്ലേലൂയ. എവിടുന്നും എനിക്ക് കിട്ടുന്നില്ല. കർത്താവിനോട് ഞാൻ പലവട്ടം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. എന്റെ ചർച്ചിൽ 7:30 മുതൽ 10:30 വരെ. ഹല്ലേലൂയ. അടുത്ത ചർച്ചിൽ എന്റെ കൂട്ടുപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർക്ക് 10 മണി മുതൽ 11 മണി മുതൽ 2 മണി വരെ. അടുത്ത കൂട്ടുപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർക്ക് വേറൊരു ആരാധന കഴിഞ്ഞിട്ട് എന്റെ വീടിന്റെ അടുത്ത് 3:30 മുതൽ 6 മണി വരെ. അപ്പൊ എനിക്ക് എത്ര കർത്താവ് ഒരുക്കി തന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ദൂര സ്ഥലങ്ങളിലാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഞാൻ പോകാൻ തയ്യാറാണ്. ഇവിടം വരെ മേണേലും ഞാൻ നടന്നു പോകും. നടന്നു പോകുമ്പോ പലരും എന്നെ ആക്ഷേപിക്കും. എന്റെ വീട്ടുകാരെന്നോട് ചോദിക്കും, വേറെ ഒരു പണിയുമില്ല. ഞാൻ പറഞ്ഞു, വേറൊരു പണിയേക്കാളും നല്ല പണി ഇതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഈ പണി ഞാൻ ഏറ്റെടുത്തു. എനിക്ക് ഈ പണി എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ പല സംഗതികളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അവര് ചോദിച്ചു, എന്തൊക്കെ കിട്ടി? ഞാൻ പറഞ്ഞു, എനിക്ക് സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, പരോപകാരം, വിശ്വാസത, സൗമ്യത, ഇന്ദ്രിയ. നിങ്ങൾക്ക് ഇത് വല്ലതും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഇതൊക്കെ എത്ര എണ്ണം ഉണ്ട്? എനിക്കിതെല്ലാം കർത്താവ് തന്നുകൊണ്ടിരിക്കും. ഇതിനേക്കാൾ വലുത് എന്തുള്ളൂ? സ്വർഗത്തിലെ ജ്ഞാനവും അറിവും സന്തോഷവും എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ലോകത്തിൽ കിട്ടുന്നതെല്ലാം നശിച്ചു പോകും. കിട്ടുന്നതൊക്കെയും നശിച്ചു പോകാത്ത നിത്യജീവന് നമുക്ക് അവിടെ ചെന്ന് പലതും ലഭിക്കുവാനുണ്ട്. ഇവിടെ തരുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് വിളിച്ചു പറയുകയും ചെയ്യും. ഹല്ലേലൂയ. അത് ശാശ്വതവുമല്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്. കർത്താവെ, ഇവരുടെയൊക്കെ മുഖത്ത് ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ടല്ലേ എന്നെ കളിയാക്കുന്നത്. എന്റെ സ്വന്തം സഹോദരൻ ചോദിച്ചൂടെ, നമുക്ക് സ്ത്രീകൾക്ക് ഇങ്ങനെ കർത്താവിന്റെ നാമത്തിൽ നടക്കാൻ ഒരു വ്യവസ്ഥയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്കും പ്രവർത്തനത്തിന് നോക്കപ്പെടും. വിളിച്ചു പറയാം, ഇതൊരു വ്യവസ്ഥയില്ലാത്ത കാര്യമാണ്.
അങ്ങനെ ആയപ്പോൾ ഞാൻ തിരിച്ച് എന്റെ കർത്താവിന്റെ കരത്തിൽ ഈ ബൈബിൾ തന്നെ അത് ഇത്ര അഴുക്ക് പിടിച്ചിരിക്കണം. അടുക്കളയെ കയറിയാലും വീടിനകത്തിരുന്നാലും പുറത്തിരുന്നാലും പൊടിക്കകത്തിരുന്നാലും എവിടെ ഇരുന്നാലും ഇത് തന്നെ പിടിച്ചിരുന്നപ്പോ എന്റെ അമ്മ ഭയന്നുപോയി. ഇതുവരെയുമില്ലാത്തൊരു പിടുത്തം. ഇത്രയും കാലമായിട്ട് ഈ ബൈബിൾ ഇത്രയും സമയം ഭക്ഷണത്തിനും സമയം ഇങ്ങനെ ഇരിക്കും. കാരണം കാര്യങ്ങൾ നോക്കിയാണ്. ഞാൻ ചോദിച്ചു, കർത്താവേ എനിക്ക് ഈ വചനവും എടുത്തുകൊണ്ട് കർത്താവെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുവാനുള്ള അനുവാദം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയും. അനുവാദം ഇല്ലെങ്കിൽ എനിക്ക് എനിക്ക് അത്രയും ജോലി കുറഞ്ഞു. പക്ഷെ എനിക്ക് അനുവാദം ദൈവം തന്നാൽ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കുവാൻ തുടങ്ങിയിട്ട് കർത്താവ് നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞു, മതി കർത്താവെ, ഇനി ഞാൻ പോയിക്കോളാം. ഹല്ലേലൂയ. റാഹേലാണ്, അല്ലെങ്കിൽ ലേയാണ് ഇസ്രായേൽ ഗൃഹം പണിഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ എന്റെ കർത്താവ് എനിക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് ശിഷ്യന്മാരില്ലാഞ്ഞിട്ടാണോ ഞാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഹല്ലേലൂയ. എനിക്ക് ശിഷ്യന്മാരില്ലേ? എത്രയോ ശിഷ്യന്മാർ എനിക്കുണ്ട്. നിന്നെ പോലെ ഉള്ള സഹോദരിക്കല്ലേ ഞാൻ പ്രത്യക്ഷപ്പെട്ടത്? ഹല്ലേലൂയ. കർത്താവെ എനിക്ക് സന്തോഷമായി. പിന്നെയും ചോദിച്ചു, ഞാൻ മശിഹയാകുന്നുവെന്ന് എന്റെ ശിഷ്യന്മാർക്ക് മറച്ചു പിടിച്ചിട്ട് ഞാൻ ഒരു സ്ത്രീക്ക് വെളിപ്പെടുത്തിയായിരുന്നു. ഞാൻ വെളിപ്പെടുത്തിയത് ശമരിയാക്കാരി സ്ത്രീക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. അവളുടെ കാര്യങ്ങൾ പറഞ്ഞു. അവൾ എന്ത് ചെയ്തു? പട്ടണത്തിൽ ഓടി നടന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് കർത്താവിന്റെ മക്കളെല്ലാം വരുവാനില്ല. അപ്പൊ ആദ്യത്തെ സുവിശേഷം മശിഹയെ കണ്ട വിശേഷം ആര് പറഞ്ഞു? ഹല്ലേലൂയ. ആലയത്തിൽ ശിമിയോന്റെ കൂടെ ഒരു കന്യാ പ്രവാചകി ഇരുന്നു. 84 വയസ്സല്ലേ? അത്രയുമല്ല, പ്രായം അതിൽ കൂടുതലാണ്. പക്ഷെ ആ പ്രവാചകി പോയി, ദേ നമുക്ക് ജനിക്കുവാനുള്ള ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നസ്രത്തിലേക്ക് കടന്നുപോയത്. അങ്ങനെ എനിക്ക് എന്റെ കർത്താവ് ഹല്ലേലൂയ പാദപീഠത്തിൽ ഇരിക്കുവാൻ, സ്ത്രീക്ക് ചെന്ന് പാദപീഠത്തിൽ ഇരിക്കുവാൻ വലിയൊരു സദസ്സിൽ. ഇപ്പോൾ സാധാരണക്കാരൻ നമ്മുടെ പാസ്റ്റേഴ്സിന്റെ അടുത്ത് വന്ന് ഒരു വിലപ്പെട്ട യേശു ഇരുന്ന് ഞാൻ വന്നാൽ നിങ്ങളെന്നെ ചവിട്ടി ഓടിക്കും. ഞങ്ങളിരിക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നോടി ചോദിക്കില്ലേ? പക്ഷേ എന്റെ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന സ്ത്രീയെ കർത്താവ് ആദരിച്ചു. ഹല്ലേലൂയ. അത് ഇന്നും നമുക്ക് സുവിശേഷത്തിലൂടെ വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. പലരും പലതും ചിന്തിച്ചു. കർത്താവരുടെ മനസ്സ് കണ്ട് അതിനുള്ള മറുപടിയും കൊടുത്തു. ഹല്ലേലൂയ. അതേപോലെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. കുരിശിന്റെ ചുവട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു. ദൈവദാസന്മാരൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ശിഷ്യന്മാരായിരുന്നോ കുരിശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നത്? അങ്ങനെ കർത്താവ് ഒത്തിരി കാര്യം. ഹല്ലേലൂയ. അബീഗയിലിന്റെ ആ മുഖത്തെ മാനിക്കുവാൻ, ആദരിക്കുവാൻ ദാവീദിനെ ഇടയാക്കി, രക്തച്ചൊരിച്ചിലിനെ ഒഴിവാക്കി. ഹല്ലേലൂയ. അങ്ങനെ എന്റെ കർത്താവ് എനിക്ക് പറഞ്ഞു തരുവാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് ആരൊക്കെ കൂടിയാണ് കർത്താവിന്റെ പുറകെ പോയത് ദൈവരാജ്യത്തെ കുറിച്ച് പറയുവാൻ? അങ്ങനെ എനിക്ക് മതിയായി. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ ഇനി ഞാൻ ഇറങ്ങാമെന്ന് പറയുകയും അല്പസമയം ഈ കാര്യം വിശദീകരിച്ച് ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ എന്റെ കർത്താവ് എനിക്ക് തന്ന ആ ഒരു ആലോചന ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ കർത്താവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞ ആ വാക്യം വീണ്ടും ഞാൻ പറയുകയാണ്, ദൈവസന്തതിയായവൻ എന്റെ വചനം കേൾക്കും. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അടുത്ത 52 ഇങ്ങനെ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ ഹല്ലേലൂയ മരണം കാണുകയില്ലായിരുന്നു. ആ ഒരു ഭാഗ്യത്തിലേക്കാണ് നാം പോകുന്നത്. അതിനുവേണ്ടിയാണ് ഈ പ്രാർത്ഥന, ഉപവാസം, പരസ്യയോഗം, കൺവെൻഷൻ ഇതൊക്കെയും ചെയ്യുന്നത്. നിത്യജീവനിലേക്ക് കടക്കുവാനാണ്. അതാരും മറന്നു പോകാതിരിക്കുക. കാൽവരിയിലെ രക്തത്തെ ഹല്ലേലൂയ നാം മറക്കാതിരിക്കുക. ഒരിക്കലും ഒരു അപ്പച്ചൻ കൊച്ചുമോൻ ആരാധനയും കഴിഞ്ഞ് ഭവനത്തിൽ വന്നപ്പോൾ മകനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ആരാധന? വളരെ അനുഗ്രഹമായിരുന്നു അപ്പച്ചൻ. നല്ല ഹല്ലേലൂയ കീബോർഡ്, നല്ല പാട്ടും പ്രാർത്ഥനയും ആരാധനയും വളരെ അനുഗ്രഹമായിരുന്നു. പക്ഷെ അപ്പച്ചൻ പ്രായമായിട്ട് പോകാൻ പറ്റാതിരുന്ന അപ്പച്ചൻ ഒരു ചോദ്യം ചോദിച്ചത്, ഹല്ലേലൂയ ഞാനത് കേട്ടപ്പോൾ ഞാനും ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ അപ്പച്ചനൊരു ചോദ്യം ചോദിച്ചു, ചോരയുടെ മണം അവിടെ ഉണ്ടായിരുന്നോ? അത് പലരും മറന്നുപോകും. ആരാധനയിലും ഉപവാസ പ്രാർത്ഥനയിലും കൺവെൻഷനിലും കർത്താവിനെ മറന്നുപോകും. കർത്താവിന്റെ കാൽവരി രക്തത്തെ മറന്നുപോകും. ഏതവസ്ഥയിൽ കിടന്ന എന്നെയാണ്, ഏതവസ്ഥയിൽ കിടന്ന നിങ്ങളെയാണ്, ഓരോരുത്തരെയുമാണ് കർത്താവ് പൊക്കിയെടുത്തെന്നുള്ളത് മറന്നുപോയിട്ട് ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ ധരിക്കുന്നുവെങ്കിൽ എന്റെ കർത്താവേ ഹല്ലേലൂയ നിത്യജീവൻ എനിക്ക് അവകാശം നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് പറയും, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകെ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുക, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഹല്ലേലൂയ. ഇത്രത്തോളം താഴ്മ നമുക്കുണ്ടോ? ഹല്ലേലൂയ.
കർത്താവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവങ്ങളിൽ ഒന്നാണ് താഴ്മയും ക്ഷമയും സ്നേഹവും. നമുക്ക് എത്ര പേർക്ക് അത് സാധിക്കുന്നുണ്ട്? എനിക്കുൾപ്പെടെ എന്നോടുകൂടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇല്ല എങ്കിൽ തിരിച്ചറിയുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയുക. ഫലത്തെ കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയുക. ഞാൻ സ്വർഗത്തിൽ കടക്കുമോ? ഓരോ ദിവസവും ചോദിക്കുക, ഓരോ ദിവസവും പരിശോധിക്കുക. ഞാനെന്ന് ചിന്തിക്കാതെ, ഞാൻ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാതെ, ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, ഹല്ലേലൂയ, മനുഷ്യൻ എങ്ങനെയുള്ളതാണെന്ന് വചനം പറയുന്നുണ്ട്. ഇപ്പോൾ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ഒരാവി മാത്രം. ഹേ മനുഷ്യ, താങ്കൾ എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രം. വയലിലെ പൂ പോലെ പൂക്കുന്നു, കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെയാകും. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുക പോലുമില്ല. എന്നാൽ യഹോവയുടെ ദയോ എന്നും എന്നേക്കും തന്റെ ഭക്തന്മാർക്കും മക്കളുടെ മക്കൾക്കും ഉണ്ടാവും. ഇതെനിക്ക് ലഭിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുക, ഇതെനിക്ക് ലഭിക്കുന്നുണ്ടോ? പലരും പറയും കൃപാവരങ്ങളെ മേടിച്ചെടുക്കണമെന്ന്. ഞാൻ ചോദിച്ചു, കൃപാവരങ്ങളെ വാങ്ങിച്ചെടുക്കുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ വാങ്ങിച്ചെടുക്കണം. ഫലമില്ലാതെ ഞാൻ കൃപാവരം ചോദിച്ചിട്ടില്ല. ഫലത്തിന്റെ മീതെയാണ് കൃപാവരങ്ങള് വരേണ്ടത്. ഞാൻ ഫലമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ കുറെ കൃപാവരങ്ങളെ മേടിച്ചെടുത്ത് അതിന്റെ പ്രയോഗത്തിൽ നടക്കുന്നുവെങ്കിൽ തെറ്റി. സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ പ്രയാസമായി തീരും. നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കണം. എനിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? വ്യക്തിപരമാണ്. മറ്റുള്ളവർ സ്വർഗരാജ്യത്തിൽ കടക്കുമോ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഈ വ്യക്തി പോകുമോ? എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ഒറ്റ പാസ്റ്റർമാർ അവിടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നമ്മളെ നോക്കണേ, അല്ല നമ്മളെ ശ്രദ്ധിക്കണേ. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണേ. കാരണം അവിടുത്തെ പ്രശ്നം കാരണം ഇവരാരെങ്കിലും പോകുമെന്ന് അറിയത്തില്ല. ശരിയാണ്, അവര് അങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മളെ നോക്കണം. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടാണ്. ഹല്ലേലൂയ, വ്യക്തിപരമാണ്. അങ്ങനെ പറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. ഒരു നിമിഷം കൊണ്ട് കർത്താവ് പറഞ്ഞു, ഇപ്പോൾ യേശുക്രിസ്തുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ബഹളമുണ്ടാക്കുന്ന ബഹളക്കാരിന്ന് തിരിഞ്ഞു വന്നിട്ട് കർത്താവിൽ ആശ്രയിച്ചാൽ അവര് പോകും സ്വർഗ്ഗത്തിൽ. അപ്പോൾ നാം എപ്പോഴും എവിടെയാണെന്ന് അപ്പോഴും നാം ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ കേൾക്കുന്ന ഈ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരുന്നു. ഇപ്പോൾ പിടിച്ചത് എന്തെങ്കിലും ഉണ്ടോ? കൊണ്ടുവരും. ഈ നിമിഷം വരെ നീ ചെയ്ത പാപം, ഈ കഴിഞ്ഞ നിമിഷം വരെ നീ ചെയ്ത പാപം എനിക്ക് വിഷയമല്ല. നീ ഇപ്പോൾ എങ്ങനെയാണ് ഞാനുമായി കർത്താവ് ചോദിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ നിമിഷം വരെയുള്ളത് കർത്താവ് ക്ഷമിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഇന്ന് ഇപ്പോൾ എന്നുള്ള ഈ സമയത്ത് എനിക്ക് എന്റെ കർത്താവിനോട് പോകാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വീണ്ടും നമ്മുടെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടി എരിഹോവിൽ പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ വിശക്കാരൻ വഴിയരികെയിരുന്നു. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വിഷയമാണ്, അല്ലേ? എവിടെ ചെന്നാലും നമ്മൾ പ്രസംഗം കേട്ടും മരവിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട്, അല്ലേ? എപ്പോഴും യൂട്യൂബിലൂടെയും കൺവെൻഷനിലൂടെയും കേട്ടങ്ങ് മടുത്ത് പിന്നെ ഉറങ്ങി. ഹല്ലേലൂയ. പക്ഷേ അല്ലേ, കേട്ട് പ്രസംഗം കേട്ട് പിന്നെ ഉറക്കം. ഹല്ലേലൂയ. അത് കേട്ടിട്ടൊന്നും പശു അയവറക്കുന്ന പോലെ അയവറക്കാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? തയ്യാറാകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ കുരുടൻ കിടന്നു ഹല്ലേലൂയ പിക്ഷി അയച്ചു കൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കേട്ടിട്ട് ചോദിച്ചു, ഹല്ലേലൂയ, എന്താണ് ഏതാണ്? ഹല്ലേലൂയ. ഉടനെ അവനോട് ശാസിച്ചു, മിണ്ടരുത്. ഹല്ലേലൂയ. ഇതേപോലെ ദൈവത്തെ കുറിച്ച് അറിയുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് ഹല്ലേലൂയ കർത്താവിനോട് കൂടുതൽ അടുക്കുന്ന നമ്മെയും അറിയാൻ ആഗ്രഹിക്കുന്ന നമ്മെ തലക്കടിച്ചിരുത്തുന്ന ഒരു അവസ്ഥ വരും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാതിരുന്നാ മതി. ഞാൻ ആദ്യമൊക്കെ മിണ്ടാതിരുന്നു, പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഈ ഉള്ളത്തില് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് അടുത്ത വാക്യങ്ങളൊക്കെ വായിക്കുമ്പോ മനസ്സിലാവും. അപ്പോൾ കുരുടനെ ശാസിച്ചപ്പോൾ കുരുടൻ എന്ത് ചെയ്തു? അതിൽ എനിക്ക് കാണിച്ചു തന്നു. അപ്പോഴൊക്കെ എനിക്ക് വചനം അറിയത്തില്ല. അപ്പോഴെന്നോട് കാണിച്ചു തന്നു. കുരുടൻ ഉറക്കെ ഒച്ചത്തിൽ അങ്ങ് വിളിച്ചു, ഉച്ചത്തിൽ. ഹല്ലേലൂയ. എന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിക്കും. ഹല്ലേലൂയ. കർത്താവ് ഉച്ചത്തിലുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഉച്ചനാദമുള്ള കൈത്താളത്തോടെ, അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ ദൈവത്തെ ലാസറിന്റെ കല്ലറക്കെ വന്നപ്പോ കർത്താവ് പതുക്കെയാണ് പറഞ്ഞത്, ഉച്ചത്തിൽ വിളിച്ചെന്നാ പറഞ്ഞ ലാസറെ പുറത്തു വരിക. ഉച്ച ശബ്ദം എടുക്കേണ്ടടുത്ത് ശബ്ദം എടുക്കുക തന്നെ ചെയ്യണം. ചില പ്രാർത്ഥനയ്ക്ക് പോലും ചിലത് ശബ്ദം ആവശ്യമാണ്. ചില പ്രാർത്ഥനയ്ക്ക് നാം തനിച്ചിരിക്കുന്നു,
ചുണ്ടിൽ മാത്രം പറയും. ചില പ്രാർത്ഥനകൾ നാം ഉച്ചത്തിൽ തന്നെ പറഞ്ഞു പ്രാർത്ഥിച്ചെങ്കിൽ അതൊരു വിടുതല. ദാസന്മാര് പറഞ്ഞ പോലെ വിശ്വാസികളൊക്കെ ഓടുന്ന ഒരു ടൈം വരും. ഹല്ലേലൂയ. ഉച്ചത്തിൽ തന്നെ ദൈവത്തെ സ്തുതിക്കാനും ഉച്ചത്തിൽ തന്നെ കർത്താവ് ഹല്ലേലൂയ. അപ്പോഴാണ് ഉച്ചത്തിൽ വിളിച്ചു വന്നു. എന്നിട്ട് കർത്താവ് ആ ഉച്ചത്തിലുള്ള വിളി മനസ്സിൽ വിളിച്ച കർത്താവ് കേൾക്കത്തില്ലേ? മനസ്സിൽ വിളിച്ചാലും കർത്താവ് കേൾക്കും. പക്ഷെ ഉച്ചത്തിൽ വിളിച്ചത് എന്തിനാണ്? ദേശം കേൾക്കണം, ജനം കേൾക്കണം, പിശാച് ഇളകണം. ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ വന്നു. ദാവീദിന്റെ പുത്ര അറിയാത്തവരറിഞ്ഞു ദാവീദിന്റെ പുത്രനാണ് വന്നത്. കുരുടന് മനസ്സിലായി. കുരുടൻ പറഞ്ഞു, ദാവീദ് പുത്ര എന്നോട് കലിയുണ്ടാകണമേ, എന്നോട് തോന്നണമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കർത്താവ് നിന്നിട്ട് കർത്താവ് പറഞ്ഞു, അവനെ വിളിക്കുക. ഹല്ലേലൂയ. അവനെ വിളിക്കുക എന്ന് മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ വിളിക്കാൻ ചെന്നവർ രണ്ടു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, വിളിക്കാൻ ചെന്നവർ രണ്ടു കാര്യം പറഞ്ഞു. എന്റെ കർത്താവ് ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് ശ്രദ്ധിച്ചു വായിക്കാൻ എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വചനം വായിക്കുമ്പോൾ കിട്ടുന്ന ഓരോ ഭാഗത്തിനും 10 പേർക്കും 10 രീതിയിൽ കർത്താവ് തരും. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഇത് വായിക്കാൻ വീണ്ടും പറഞ്ഞു. ആദ്യം വായിച്ചു വിട്ടു. ഹല്ലേലൂയ. വീണ്ടും വായിച്ചപ്പോൾ കർത്താവ് പറയണം ഒന്നും കൂടി വായിക്കാൻ. പലവട്ടം വായിച്ചു. ഇവിടെ വന്നിരുന്നു ഒന്നെ വായിക്കണം നമ്മൾ. അപ്പോൾ കർത്താവ് പറഞ്ഞു, വിളിക്കാനേ പറഞ്ഞു വിട്ടുള്ളൂ. ഹല്ലേലൂയ. അവര് ചെന്ന് 2 കാര്യം പറഞ്ഞു. എഴുന്നേൽക്കുക, ധൈര്യപ്പെടുക. കർത്താവ് പറഞ്ഞു അങ്ങനെ പറയാം. അപ്പൊ കർത്താവ് ഇവർക്ക് വിളിക്കാൻ ചെന്നവർക്ക് മനസ്സിലായി ഇനി ഇവൻ എന്തെങ്കിലും ലഭിക്കും. അപ്പൊ അത് ലഭിക്കാതിരിക്കാനാണ് നീ ഉണ്ടാതിരിക്കാൻ പറഞ്ഞത്. അങ്ങനെ നമ്മോടും അങ്ങനെ ഉണ്ടാവും. അപ്പോഴും നമ്മൾ ഉച്ചത്തിൽ വിളിച്ച് കർത്താവിനോട് കൂടുതൽ അടുത്ത് വരുമ്പോൾ കൂടുതൽ കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് കാണാം. താഴത്തോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കത് കാണാം. അവര് എന്നിട്ട് പറഞ്ഞു, എഴുന്നേൽക്ക, ധൈര്യപ്പെടുക. ഈ 2 വാക്ക് പറഞ്ഞതോടുകൂടി അവൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു, നിന്നെ വിളിക്കുന്നു. അപ്പൊ 3 കാര്യമായി അല്ലേ? ഒന്ന് പറഞ്ഞു എഴുന്നേൽക്കുക, ധൈര്യപ്പെടുക, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. അവൻ തന്റെ പുതപ്പ് ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. 3 കാര്യം അവൻ ചെയ്തു. ഉള്ളം 3 കാര്യം ചെയ്തു. ഉള്ളം പുതപ്പ് ഇട്ടു, കളഞ്ഞു, ചാടി എഴുന്നേറ്റു. അപ്പൊ 4 കാര്യം ചെയ്തു. ഹല്ലേലൂയ. അപ്പം കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞത്, അവനെ വിളിക്കുക. അപ്പോൾ ചെന്നവരിലെ 3 കാര്യം പറഞ്ഞു, അവൻ 4 കാര്യം ചെയ്യാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ചെന്നതിനൊക്കെയും കാര്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതമാകുന്ന ഈ ലോകമോഹങ്ങളിലോ ജീവിതത്തിന്റെ ഭാരാബ്ദങ്ങളിലോ ആരെങ്കിലും പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പുതപ്പുണ്ടെങ്കിൽ ആ പുതപ്പിടണം. പോരാ, അത് കളയണം. ചാടി എഴുന്നേൽക്കണം. അങ്ങനെ എന്റെ ജീവിതം അതായിരുന്നു. ഹല്ലേലൂയ. ചില പുതപ്പുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യം ഒറ്റടിക്കിട്ട് കളയാൻ പറ്റത്തില്ല. പക്ഷെ ഇട്ടില്ലെങ്കിൽ, ഇട്ട് കളയാതെ അഭിനയിക്കാനാണ് കർത്താവിന്റെ പാദപീഠത്തിൽ ചേരുന്നെങ്കിൽ, ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞവർ അടികൊള്ളും. എനിക്ക് അടികൊള്ളുന്ന പേര് പറഞ്ഞ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും പറയുകയാണ്. കർത്താവിന്റെ നാമത്തിൽ കർത്താവ് ചില നന്മകൾ ചെയ്തു. ഹല്ലേലൂയ. എടാ, എന്തടാ, ഏതടാ, പോടാ, പാടാന്ന് പറയാൻ നാവിന് പൊക്കമുണ്ട്. കർത്താവിനെ സ്തുതിക്കാൻ നേരത്ത് നാവിന് അനക്കമില്ല. ഹല്ലേലൂയ. കൈയും കാലും ഒക്കെ എടുത്ത് എന്തായാലും പറയാനൊക്കെ കൈക്കും കാലിനും ഒക്കെ നല്ല ശക്തിയാണ്. കർത്താവിനെ സ്തുതിക്കാനായിട്ട് 2 കൈ എടുക്കാൻ ഒരു ശക്തിയും ഇല്ല. അപ്പൊ തിരിച്ചറിയുക, എന്റെ കർത്താവിന്റെ നാമത്തിൽ എന്റെ കൈയും കാലും എന്റെ നാവും ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കണ്ണു മയക്കത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്റെ അവസാനം എവിടെയായിരിക്കുമെന്ന് ഇരിക്കുമ്പോൾ തന്നെ തീരുമാനിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം ഞാൻ ആദ്യം പറഞ്ഞു, കർത്താവിന്റെ വചനം കേൾക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ സന്തതിയായവർ. ഈ സന്തതിക്കാൻ അവകാശം, മക്കളെങ്കിൽ അവകാശം. ഈ അവകാശം ഈ ഭൂമിയിൽ വെച്ച് നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. നഷ്ടപ്പെടുത്താതെ ദൈവത്തിന്റെ അവകാശം. ഞാൻ അപ്പനോട് പിണങ്ങി ഓഹരി മേടിച്ചോണ്ട് പോയ മകൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടുമോ? ഇല്ല, അവൻ തിരിച്ചു വന്നു. അതുപോലെ പോകുന്ന പോക്കിൽ അങ്ങ് പോകാതെ മയങ്ങിയിരിക്കുന്ന ഇരിപ്പിൽ നിന്ന് അങ്ങ് വിട്ടുക. ഹല്ലേലൂയ. പുതപ്പ്, പുറമേയുള്ള പുതപ്പിനെ കളഞ്ഞെങ്കിലേ ഹല്ലേലൂയ സാധിക്കുകയുള്ളൂ. അപ്പോൾ അകത്തു ചൂട് പിടിക്കും. അകത്തു ചൂട് പിടിച്ചാൽ പുറമേയുള്ളവൻ ചൂട് പിടിക്കും. അവൻ അടങ്ങിയിരിക്കുകയില്ല. ഹല്ലേലൂയ. അവന്റെ തണുത്ത അവസ്ഥയിലെ അത് മാറിപ്പോകും. ഹല്ലേലൂയ. ഈ പുതപ്പും പുതച്ചുകൊണ്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും എഴുന്നേൽക്കണമെങ്കിൽ ലോകകരമായ നിന്റെ ജീവിതത്തിലെ പല പുതപ്പുകൾ, ഹല്ലേലൂയ, ഓരോന്നെടുത്ത് ചിന്തിച്ചു നോക്കണം. ഏതൊക്കെ പുതപ്പാണ് എന്റെ?
ഹല്ലേലൂയ. ഏതെല്ലാം പുതപ്പാണ് എന്നെ ചുറ്റിയിരിക്കുന്നത് നാം ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയ. പുതപ്പുകൾ ഓരോന്നായി എടുത്തു മാറ്റുമെങ്കിൽ ഇവിടെ കുരുടൻ ഒരു പുതപ്പേ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു പുതപ്പല്ല, നമുക്ക് പല മോഡലില് ആകൃതിയില് പല പൂക്കളുള്ള പലതരം തുണികളുള്ള പല പുതപ്പുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഓരോ പുതപ്പായിട്ട് എടുത്ത് ഇടുക, കളയുക, ചാടി എഴുന്നേൽക്കുക, കർത്താവിന്റെ പുറകെ പോവുക. കർത്താവിന്റെ അടുക്കൽ ചെന്നപ്പോൾ കർത്താവ് ഒരു കാര്യം ചോദിച്ചു. ഹല്ലേലൂയ. കർത്താവ് ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്താ കർത്താവ് ചോദിച്ച? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവിന് അറിയത്തില്ലേ? കർത്താവിന് അറിയത്തില്ലേ നമുക്ക് എന്താ വേണ്ടിയെന്ന്? കർത്താവിന് വ്യക്തമായും സ്പഷ്ടമായും അറിയാം. ഹൃദയ വിചാരങ്ങളെ തൂക്കി നോക്കുന്നവനാണ് ദൈവം. നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ നിന്റെ വായ് കൊണ്ടൊന്ന് പറയണം. ഹല്ലേലൂയ. നിന്റെ രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തുവേ, അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ വായ് കൊണ്ട് ഏറ്റു പറയുക. നീ രക്ഷയ്ക്കായിട്ട് രക്ഷ വേണമോ? വായ് കൊണ്ട് ഏറ്റു പറയണം. നീതി വേണമോ? അത് ഹൃദയത്തിൽ വിശ്വസിക്കണം. വിശ്വസിക്കാത്തവർക്ക് ഇതൊന്നും ലഭിക്കുകയില്ല. അപ്പോൾ കർത്താവിന് ആഗ്രഹം, കർത്താവിന്റെ മക്കൾ കർത്താവിനോട് ആവശ്യപ്പെടണം. കർത്താവിന് വ്യക്തമായി അറിയാം. കർത്താവ് പലയിടത്തും ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് എന്ത് വേണം? എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ അടുത്ത് അവൻ പറഞ്ഞ ഒറ്റ കാര്യം, ഒറ്റ ആവശ്യമേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ അവന് കിട്ടിയ അനുഗ്രഹങ്ങളും ആവശ്യങ്ങളും, ഹല്ലേലൂയ, ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടം നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാതെ അവരെ അനുഗ്രഹിക്കുന്നത് കാണുന്ന വ്യക്തികളാണ് നമ്മൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത ദൈവം. ഹല്ലേലൂയ. ബുദ്ധിമാൻ ഉണ്ടോ എന്ന് നോക്കി. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ഇല്ല. പക്ഷേ എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ വന്നാൽ ഹല്ലേലൂയ, അവന്റെ അന്വേഷണ പരമ്പര തുടങ്ങും. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എന്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എനിക്ക് കർത്താവ് എന്തു തരും? ഹല്ലേലൂയ. ഉയരത്തിലുള്ളതിനെ ലക്ഷ്യമാക്കുക. ഹല്ലേലൂയ. നാം ഒരു സാധനം എടുത്ത് ഇപ്പുറത്തോട്ടിട്ടാൽ അത് ചെന്നെടുക്കാം. ഹല്ലേലൂയ. ഇപ്പുറത്തോട്ടിട്ടാലും ചെന്നെടുക്കാം. പക്ഷെ അത് മേളോട്ടിട്ടാൽ കയ്യിലോട്ട് വാങ്ങിക്കിട്ടും. ഹല്ലേലൂയ. മേളിലോട്ട് ഇടുന്നത് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കും. അപ്പറേ ഇപ്പറേ ഇടുന്നതൊക്കെ നമ്മൾ ചെന്നെടുക്കണം. ഇവിടെ മേളോട്ടിട്ടാൽ കൈ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. കർത്താവ് കയ്യിലോട്ട് തരും. ഇല്ലേ? ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? അവിടെ ഇവിടെ ഇട്ടോണ്ടിരിക്കാതെ കണ്ട് മേലോട്ട് ഇട്ട് കൊടുത്തിട്ട് താഴോട്ട് വാങ്ങിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ, ആവശ്യങ്ങൾ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. എന്റെ മേലാണോ നിന്റെ കണ്ണ്? യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലിരിക്കുന്നുവെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുന്ന തന്റെ മക്കളെ എത്രത്തോളം ദൈവം രക്ഷിക്കുമെന്ന് നാം മനസ്സിലാക്കുക. നീ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാതെ നിന്റെ ഇടത്തും വലത്തുമുള്ളവരെ നോക്കണ്ട. നീ കർത്താവിനെ നോക്കി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മുകളിലുള്ളവരെ നോക്കുക. ഉയരത്തിലുള്ള നല്ല നല്ല ഐഡിയാസ് എല്ലാം വരുന്നത് എവിടുന്നാണ്? ഉയരത്തിൽ നിന്നാണ്. എല്ലാ നല്ല കാലങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഇവിടെയുള്ളതെല്ലാം ചീള് കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ജീവനുള്ള ദൈവത്തിന്റെ പുറകെ പോകുമ്പോഴും നമ്മയും പഴിക്കും. ഹല്ലേലൂയ. ഈ പഴികളൊന്നും നാം അവിടെ ഇവിടെ ഒന്നും നോക്കാതെ കർത്താവിനെ ലക്ഷ്യമാക്കി നേരോടെ നടക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലേ, ദൈവത്തെ കാത്തിരിക്കുക, തന്നെ കാത്തിരിക്കുന്ന, തനിക്ക് വേണ്ടിയിരിക്കുന്ന ഒരുത്തരം രക്ഷിച്ച് പോകയില്ല. ഹല്ലേലൂയ. തന്നെ കാത്തിരിക്കുന്നവർക്ക്, ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ഹല്ലേലൂയ, നന്മയ്ക്കായി കൂടി എല്ലാം വ്യാപരിക്കണം. ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ശക്തിയെ പുതുക്കുന്നില്ല എങ്കിൽ പുറമെ, അകത്തെ ശക്തിയെ പുതുക്കിയെങ്കിൽ മാത്രമേ പുറമേ ഉള്ളവന് ശക്തി ലഭിക്കൂ. പുറമേ ഉള്ളവനെ കുടിപ്പിച്ചും വീഴ്ചിച്ചും നയിച്ചും ഒരുക്കി വിളിച്ചും കൊണ്ട് നടക്കുന്നവന് അകമേയുള്ളവനെ നന്നാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവിടെ അകമേ ഉള്ളവനെ ആദ്യം ശക്തിപ്പെടുത്തിയതിനു ശേഷം ഈ പുറമേ ഉള്ളവൻ നന്നാക്കിക്കോളൂ. ഹല്ലേലൂയ. എല്ലാം ദൈവം തരും. കർത്താവ് പറഞ്ഞ എന്താണ്? എന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മതി, ബാക്കി നിനക്ക് വേണ്ടതൊക്കെ തരാം. എന്ത് വേണം? സാരി വേണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് വേണമോ? അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതെല്ലാം നമുക്ക് കർത്താവ് തരും. ഹല്ലേലൂയ. എന്നാൽ പുറമേ ഉള്ളവനെ മാത്രം നോക്കിക്കൊണ്ട് താഴോട്ട് നോക്കി കിടന്നാൽ പാതാളത്തിലേക്ക് പോകും. ഹല്ലേലൂയ. ബുദ്ധിയുള്ള മനുഷ്യൻ മുകളിലേക്ക് നോക്കും, ബുദ്ധിയുള്ളവർ പാതാളത്തെ ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ എത്രത്തോളം
ദൈവം നടത്താൻ പ്രാപ്തനാണെന്ന് നാം തിരിച്ചറിയുക. അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. അടുത്തത് കർത്താവ് പറഞ്ഞു, നീ ചോദിച്ചതിനാണ് അപ്പൊ നീ എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ. യേശു അവനോട് പറഞ്ഞു, നീ പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ വിശ്വാസത്തിലാണ് കാര്യമുള്ളത്. ഹല്ലേലൂയ. കർത്താവ് വേറൊന്നും ചോദിക്കുന്നില്ല അല്ലേ? കവർണ്ണഭൂമി കർത്താവിന്റെ ദേശത്ത് കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വിശ്വാസമില്ല. ഇവരെ അച്ഛന്റെ മകൻ, ഞാൻ മറിയയുടെ മകനല്ലേ. ഇന്ന് പറഞ്ഞ് കർത്താവിന് ഒരു അത്ഭുതം ചെയ്യാൻ സാധിച്ചില്ലെന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അല്ലേ? അപ്പോൾ വിശ്വാസമില്ലെങ്കിൽ കർത്താവ് ഒന്നും ചെയ്തു തരികയില്ല. ഹല്ലേലൂയ. വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പോയപ്പോൾ അവന് കാഴ്ച ലഭിച്ചു. പക്ഷെ അടുത്ത വാക്യം പറയുന്നത്, ഉടനെ അവൻ ഹല്ലേലൂയ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ അവന് കാഴ്ച പ്രാപിച്ചു. കാഴ്ച പ്രാപിച്ചതും കൊണ്ട് പോവുകയാണ് അല്ലെ? 10 കുഷ്ഠരോഗികളെ ദൈവം നന്നാക്കിയപ്പോൾ ഒരാള് മാത്രമാണ് വന്ന് നന്ദി പറഞ്ഞു. ഇതേപോലെ പലപ്പോഴും നാം നന്ദിയില്ലാത്തവരായി തീരുന്നുണ്ട്. പലപ്പോഴും അറിഞ്ഞോ അറിയാതെ നാമും നന്ദിയില്ലാത്തവരായി തീരുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കൂടെ അവൻ എന്ത് ചെയ്തു? യാത്രയിൽ അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഉൾക്കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ യേശുവിനെ അനുഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഉൾക്കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ഉയരത്തിലുള്ളതിനെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകം വെറും പുല്ല് പോലെ തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതൊന്നും എന്നെ രക്ഷിക്കുകയില്ല. ഈ ലോകത്തിലുള്ള സ്നേഹം, സന്തോഷം ഹല്ലേലൂയ ഈ ലോകത്തിൽ മാത്രമാണെങ്കിൽ അതൊരിക്കലും ശാശ്വതമല്ല. കർത്താവിൽ നിന്ന് കിട്ടുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സന്തോഷവും സ്നേഹവും സമാധാനവുമാണെങ്കിൽ നമ്മെ എന്നേക്കും നിലനിർത്തും. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ക്ഷമയില്ലായിരുന്നു, ക്ഷമയുണ്ട്, ദീർഘക്ഷമയില്ലായിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ദീർഘക്ഷമ തരണം. ദീർഘക്ഷമ കിട്ടിയിട്ട് ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവിനോട് ദീർഘക്ഷമ ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നു. പിന്നെ എന്റെ പാസ്റ്റേഴ്സ് എന്നോട് ചോദിക്കും, സിസ്റ്റർ ഇത്രയും ക്ഷമിക്കാൻ എങ്ങനെ സാധിക്കുന്നു? എന്ത് വെച്ചാൽ അതുപോലുള്ള വിഷയത്തിന്റെ മേല് നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിൽ നമ്മളെ ആക്കിയ വ്യക്തികളോട് നമ്മൾ ക്ഷമിക്കുവാൻ തയ്യാറായി അവരെ നമ്മൾ വിളിച്ച് സ്വീകരിച്ച് വലിയ ദൈവം ഇടയാക്കിയപ്പോൾ സഹോദരങ്ങൾ ചോദിച്ചാണ്, സിസ്റ്റർ എങ്ങനെ സാധിക്കുന്നു? ഇത്രത്തോളം ക്ഷമിക്കുവാൻ എങ്ങനെ സാധിക്കുന്നു? കർത്താവ് എന്താ പറയുന്നത്? മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. അപ്പൊ ദൈവത്താൽ സാധ്യമായ ചില കാര്യങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റുവാൻ സാധിക്കാത്ത ചില വിഷയങ്ങളുടെ നടുവിൽ ആരെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അതൊക്കെ സാധ്യമാണ്. നമുക്കൊരിക്കലും സാധിക്കുകയില്ല എന്ന് മനുഷ്യനാൽ അസാധ്യമാണെന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് ഈ നിമിഷം തന്നെ ഇവിടെ ഇരുന്ന് പറയുക, കർത്താവ് ഈ സഹോദരി കർത്താവിന്റെ വചനം പറയുന്നു, എനിക്ക് ഇന്ന കാര്യം സാധിക്കുന്നില്ല, സാധിച്ചു തരണമേ എന്നുള്ളത് ഹല്ലേലൂയ പറയുക. ഹല്ലേലൂയ. സഹോദരിയോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആ ജഡത്തെ ഒന്ന് മിനുക്കി എടുക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ജഡത്തെ ഒരുക്കണ്ടെന്ന്, പക്ഷെ ജഡത്തെ ഒന്ന് ഇരുത്തുക. എന്നിട്ട് കർത്താവിനോട് പറയുക, കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും വാത്സല്യവും എനിക്കും തരിക. എനിക്ക് ചിരിക്കുവാനുള്ള ഒരു സന്തോഷം തരിക. ചിരിക്കാനുള്ള സന്തോഷവും ആർക്കൊക്കെ കൊടുത്തിട്ടുള്ളത്? മനുഷ്യർക്ക് മാത്രം ചിരിക്കാൻ മനുഷ്യർക്ക് മാത്രമേ അവകാശം കൊടുത്തിട്ടുള്ളൂ. ചിരിക്കാനുള്ള ഒരു മനസ്സ് എന്റെ ഉള്ളിനകത്ത് ഇല്ല. ഞാൻ വളരെ കഷ്ടതയിലാണെങ്കിൽ എനിക്ക് ചിരിക്കാൻ പറ്റില്ല, പക്ഷെ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ദാവീദ് വളരെ കഷ്ടത്തിലായി. ദാവീദ് വളരെ കഷ്ടത്തിലായി. എന്നിട്ട് എന്താ സംഭവിച്ചത്? പുത്രന്മാരെ കുറിച്ചുള്ള മനോവിഷമം കാരണം അവർ കല്ലെറിയാൻ ഭാവിച്ചു. കൂടെ നിന്നവർ തോറ്റുപോയപ്പോഴേ, അല്പം പരാജയപ്പെട്ടപ്പോഴേ. പക്ഷെ കർത്താവ് എന്ത് ചെയ്തെന്ന് അറിയാവോ? യഹോവയായ ദൈവത്തിൽ ദാവീദ് എന്ത് ചെയ്തു? യഹോവയിൽ ആശ്രയിച്ച് ധൈര്യപ്പെട്ടു. നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നാം കഷ്ടതയിലാകുന്നുവെങ്കിൽ നാം കർത്താവിൽ ആശ്രയിച്ച് ധൈര്യപ്പെടുവാൻ പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്ക് ശക്തിപ്പെടണം, എനിക്ക് ബലപ്പെടണം, എന്റെ ശരീരം എനിക്ക് ബലഹീനമായി തോന്നുന്നു, അങ്ങനെയെങ്കിൽ ഞാൻ ശരീരത്തെ എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ശരീരത്തിന് ഒരു കുഴച്ചിലാണെന്ന് തോന്നുന്നെങ്കിൽ, ഹല്ലേലൂയ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എങ്കിലും നമുക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ ശരീരത്തിന് വേണ്ടിയത് എന്താണെന്ന് ദൈവത്തോട് തന്നെ ചോദിക്കുക. എന്റെ മയക്കത്തിന്റെ, എന്റെ ശാരീരികമായ അസ്വസ്ഥതയുടെ, താഴ്ചയുടെ അവസ്ഥ എന്താണ് കർത്താവ് എന്ന് ചോദിച്ചിട്ട് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ബലം തരണം, ശക്തി തരണം. ഹല്ലേലൂയ. എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കി ഓടുവാൻ, ഉന്നതികളിൽ എന്നെ നടത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കും. ഹല്ലേലൂയ.
ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. ഉള്ളത്തിൽ നമ്മൾ ചെയ്തതുപോലെ പുതപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പുതപ്പുകളൊക്കെയും ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേൽക്കുമെങ്കിൽ ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എന്ത് കേട്ടാലും എനിക്കിതൊന്നും ഒരു വിഷയമല്ല എന്ന മുഖഭാവമാണ് നമുക്കുള്ളതെങ്കിൽ കർത്താവിനോട് പറയുക, എന്റെ ആ ഭാവത്തെ മാറ്റിയിട്ട് എന്റെ കർത്താവ് എന്നെ ഒന്ന് ശക്തിപ്പെടുത്തി, എന്നെ ഒന്ന് ബലപ്പെടുത്തി. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ഇവിടെ നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ അനുഭവിച്ച സങ്കടങ്ങളൊന്നും ഇവിടെ ഒരുപക്ഷെ എനിക്ക് തോന്നലായിരിക്കും, അതിനേക്കാൾ കൂടുതലുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ പലവിധമായ കഷ്ടതകളിൽ കൂടി കർത്താവ് കൊണ്ടുവരുന്നെങ്കിൽ കർത്താവ് ഏറ്റവും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കർത്താവ് സ്നേഹിക്കുന്നവർക്കാണ് കഷ്ടതകൾ, പ്രയാസങ്ങൾ. പക്ഷെ അത് തിരിച്ചറിയുക, എന്റെ കർത്താവ് എന്നെ മെരുക്കി എടുക്കുവാനാണ് എന്റെ കർത്താവ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. നാം അറിഞ്ഞതും അറിയാത്തതുമായ പല വിഷയങ്ങളുടെ നടുവിൽ നാം ഭാരപ്പെടും. ആന്റി ഒരു ദോഷം ചെയ്തു, ഞാൻ ആന്റിയോട് പറയുകയാണ്, ആന്റി നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറിച്ചടിക്കും. ഈ വ്യക്തിയെ ഞാൻ അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, അവളത്ര ശരിയല്ല എന്ന് പറയും. ഇതാണ് ഇന്നത്തെ ലോകം. അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ട് ഈ അനുഭവങ്ങളിൽ കൂടി കടന്നു പോയാലും ഒരു കാര്യം ഞാൻ കർത്താവിനോട് പറയും, കർത്താവെ ഞാൻ നേരായി നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നടക്കേണ്ടുന്ന വഴിയെ എന്നെ ഉപദേശിച്ച് വഴി നടത്തിയാൽ മാത്രം മതി. കർത്താവെ സകല ദുഷ്ട പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച് എന്നെ നടക്കേണ്ടുന്ന വഴിയെ ഉപദേശിച്ച് നടത്തിയാൽ മതി. കർത്താവെ ഇതെല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനുള്ള ശക്തിയും ബലവും എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ജീവിതത്തില് ആരെന്ത് പറഞ്ഞാലും നമുക്കതൊരു വിഷയമല്ല. കാരണം നമുക്ക് കർത്താവുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ എടുക്കുക. ഇനി അടുത്തത് കർത്താവ് ഈ അനുഗമിച്ചപ്പോൾ എന്താണ് അവന് കിട്ടിയതെന്ന് കൂടെ നോക്കാം. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. യെരൂശലേമിനെ സമീപിച്ച് മലയിലെ ബെത്ലഹേമിലെ ബെഥാനിയയിലേക്ക് എത്തിയപ്പോൾ ശിഷ്യന്മാർ രണ്ടുപേരെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞല്ലേ, അവിടെ ഒരു കഴുതയുണ്ട്, ആ കഴുതയെ അഴിച്ചു കൊണ്ടുവരുവിൻ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഇങ്ങനെയുള്ള ഓരോ കഴുതകളായിരുന്നു നമ്മുടെ സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ചോ സ്വർഗത്തിന്റെ പരിസരത്ത് ചെല്ലുവാനോ കർത്താവിന്റെ ദയയ്ക്ക് ഒത്തവണ്ണം ജീവിച്ച ഒരു പാരമ്പര്യവും നമുക്കില്ല. ഹല്ലേലൂയ. ഒരു യോഗ്യതയും ഇല്ലായിരുന്ന നമ്മെ കർത്താവ് ഹല്ലേലൂയ ഒരു സ്വർണ്ണ പാത്രം പോലെ ആക്കി എടുക്കുകയാണ്. ഹല്ലേലൂയ. കരി പിടിച്ച് അഴുക്ക് പിടിച്ച് മണ്ണിനകത്ത് കൂണ്ട് കിടന്ന ഒരു സ്വർണ്ണപാത്രം, ഒരു വെള്ളിപ്പാത്രം നശിച്ച് കിടക്കുകയാണ്. സ്വർണ്ണമാണ്, അത് വെള്ളിയാണ്, വിലയുണ്ട്, പക്ഷെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് മണ്ണിനടി. അത് പൊക്കി എടുത്ത് തേച്ച് കഴുകി എടുത്തപ്പോൾ അത് എങ്ങനെയായി? തിളങ്ങുന്ന ഒരു പാത്രമായി, തിളങ്ങുന്ന ഒരു മുത്തായി മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ തിളങ്ങുന്ന മുത്ത് നശിച്ചു പോകാൻ പിന്നെ ദൈവം സമ്മതിക്കുമോ? എടുത്തു കഴിഞ്ഞാൽ പിന്നെ നശിപ്പിക്കുവാൻ ദൈവം സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. പക്ഷെ അത് വീണ്ടും കരിപിടിപ്പിക്കുവാൻ നോക്കും. പക്ഷെ കർത്താവ് കയറുന്ന കഴുതയ്ക്ക് അവിടെ ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്ത ഒരു കഴുതയെ അവിടെ കെട്ടിയിരുന്നപ്പോൾ കഴുത എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മളെ പലരും വിളിക്കും കഴുതയാണ്, അല്ലേ? എന്നെ വിളിച്ചിട്ടുണ്ട്, മന്ദബുദ്ധിയാണ്, കഴുതയാണ്, ഒരു ചിന്തയില്ല, എല്ലാവരോടും എന്തിനെല്ലാം സംസാരിക്കുന്നതൊക്കെ ചോദിക്കും. ഞാൻ എന്റെ നിഷ്കളങ്ക മനസ്സോടുകൂടി എല്ലാവരോടും കാര്യങ്ങൾ പറയും. പക്ഷെ നാളെ അവർ തിരിഞ്ഞു നിൽക്കും. അപ്പോഴെന്റെ മറ്റു സുഹൃത്തുക്കൾ വന്നിച്ചു പറയും, എല്ലാ കാര്യമുണ്ട്, അതൊക്കെ എന്തിനാ പറഞ്ഞു, ഇത് പറഞ്ഞാൽ എന്താ തെറ്റ്? അല്ലെങ്കിൽ ഞാനത് സത്യമായ കാര്യമല്ല, നല്ലൊരു കാര്യമല്ലേ പറഞ്ഞു. പക്ഷെ അത് വേറെ വ്യാഖ്യാനത്തിലെടുത്ത് ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാക്കും. പക്ഷെ അതിനും നമ്മൾ പതറേണ്ട ആവശ്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ഒരു വലിയ ഒരു ഹല്ലേലൂയ, ആ ഒരു ക്ലോക്ക് തന്നെ നോക്കണമേ. ആ ക്ലോക്കിന്റെ നെട്ട് സൈഡില് ഒരു ഹല്ലേലൂയ ഒരു അമ്മ ഒരു ഒന്ന് കൊണ്ടുവന്നിടണം. ആ നടുക്ക് നമ്മൾ എങ്ങനെ നോക്കിയിട്ടോ അതിന്റെ സൈഡിലെ ഒരു ദൈവദാസനിൽ നിന്ന് ഞാൻ കേട്ടതാ, എനിക്ക് വളരെ ആകർഷിച്ചു. അപ്പൊ എനിക്ക് ദൈവമക്കൾക്ക് പറഞ്ഞുതരാം. അവര് പലയിടത്തും കൊണ്ടുപോയി തറച്ചു നോക്കും, ഇതും അവിടെ കറക്റ്റ് ആയിട്ട് എഴുതില്ല. പക്ഷെ എന്റെ ലക്ഷ്യം ഇവിടെ, എന്റെ ലക്ഷ്യം അവിടെയാണല്ലോ. എന്റെ ലക്ഷ്യം കറക്റ്റ് പോയിന്റ് ആണ്. ഇത്രേ ഉള്ളൂ മനുഷ്യൻ. കർത്താവിന്റെ പ്രിയ മക്കളായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന് ഏറ്റവും പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ ജീവിക്കും. പക്ഷെ എന്റെ പോക്ക് ചിലപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ
ഞാൻ ഇച്ഛിക്കുന്നതല്ല, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ. പക്ഷെ മനുഷ്യനിലേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നിന്റെ ഒരു മുന്തിരി വള്ളി, ഹല്ലേലൂയ, മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്ന് നട്ടു, ഹല്ലേലൂയ, അത് വളർന്നു. ആരാ തടമെടുത്തതും വെള്ളമൊഴിച്ചതും? കർത്താവാണ്. പക്ഷെ അത് വളർന്നപ്പോൾ അതിന്റെ തലപ്പില്ല, അതിന് തോന്നിയ വഴിക്ക് പോയി. കർത്താവ് വിടുമോ? ഹല്ലേലൂയ, കർത്താവിനെ തിരിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ, അതിനെ തിരിച്ചു കൊണ്ടുവന്ന് വളർത്തി വളർത്തി കർത്താവ് തിരിച്ചു കൊണ്ടുവന്ന് വളർത്തി കൊണ്ടുപോകും. ഹല്ലേലൂയ, നാം പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ലോകത്തിലാണ്, ഞാൻ ഈ ശരീര ജഡത്തിലാണ്, ഈ നശിച്ച ലോകത്തിലാണ്, ഈ നശിച്ച ജഡത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, കർത്താവിന്റെ കൃപ വേണമെങ്കിൽ ആ ഉയരത്തിലുള്ളത് ലക്ഷ്യമാക്കി, ലക്ഷ്യം തെറ്റാതെ നമ്മുടെ ഫോക്കസ് എപ്പോഴും ആ കർത്താവിൽ തന്നെയാണെങ്കിൽ അതിന്റെ തല, ആ നടുപ്പ്, അത് വളർന്നു വരുന്ന തല തിരിഞ്ഞു പോകുന്ന അനുസരിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നേരെ കൊണ്ടുവരും. ഹല്ലേലൂയ, ഏൽപ്പിച്ചു കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ ലക്ഷ്യം കർത്താവിന് അറിയാം. അവ മകൾക്ക് എന്നെയാണ് നോട്ടം, എന്നിലേക്കാണ് അവൾക്ക് നോട്ടം. പക്ഷെ ഈ ലോകം സമ്മതിക്കുന്നില്ല. ആ മകന് എന്നിലേക്കാണ് നോട്ടം, പക്ഷെ ലോകം സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ പരിശുദ്ധ ആത്മാവിനെ നിങ്ങൾക്ക് തരും. എന്തിനാ? നിങ്ങൾ നടക്കേണ്ടുന്ന വഴിയെ നടത്തുവാൻ. അങ്ങനെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടന്ന് നമ്മെ വഴി നടത്തുമെങ്കിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 365 പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞത്? തോന്നിയവാസം നടക്കുന്നവരോടല്ല ഭയപ്പെടണം. ഹല്ലേലൂയ, അവർ ഭയപ്പെടണം. പക്ഷെ ദൈവത്തെ നോക്കി ലക്ഷ്യമിട്ട്, കർത്താവിനെ നോക്കി ലക്ഷ്യമിട്ട്, ഹല്ലേലൂയ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യജീവൻ എനിക്ക് ലഭിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒരിക്കലും ദുഷ്ടം തൊടുവാൻ സമ്മതിക്കയില്ല, ശത്രു നോക്കുവാൻ സമ്മതിക്കയില്ല. ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിന്റെ നാമത്തിൽ വീണ്ടും പറയുകയാണ്. കൊലോസ്യരുടെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വയ്ക്കുക. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മൾ കർത്താവായ യേശു, കർത്താവിന്റെ സന്തതികളെന്നല്ല ആദ്യമേ നമ്മൾ വായിച്ചത്. ആദ്യം നമ്മൾ വായിച്ചത് എന്തുവാണ്? ദൈവസന്തതിയായവൻ അവന്റെ വചനം കേൾക്കും. അങ്ങനെയെങ്കിൽ നമ്മളോടാണ് ഇപ്പൊ പറയുകയാണ്, ആകയാൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ വേരൂന്നണം, ആത്മീയ വർധന പ്രാപിക്കണം. ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് വളരാൻ സാധിക്കില്ല. ആത്മീയമായി വളരണമെന്ന് മോൻ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ, ഉണ്ടെങ്കിൽ ഒരു കാര്യം ഈ വചനം പഠിക്കണം. കൊലോസ്യരുടെ ലേഖനം 2-ന്റെ 6-ാം അധ്യായത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അത് ഏത് ഭാഗമാണെന്ന് ഞാൻ ഓർക്കുന്നത് 30 അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. ഗുളുഗുലു, അൽമാന പശ, ഹല്ലേലൂയ, ഇടിച്ചെടുത്ത് ഒഴിവണ്ണ, ഗോമേതകം എന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് ഈ സാധനങ്ങൾ, ഈ സുഗന്ധദ്രവ്യങ്ങൾ ഈ യാഗത്തിനല്ലാതെ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നവിടെ പറയുന്നത്. ഹല്ലേലൂയ, ആ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇതേപോലെ ഹല്ലേലൂയ ഒരിടിച്ചെടുത്ത ഒരുവണ്ണയിൽ ഉണ്ടാക്കുന്ന ചില കൂട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, നമ്മൾ 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ യഹോവയുടെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. എനിക്ക് വരാൻ കാരണം ഇന്നലെ ആന്റി ഇവിടെ ഇരുന്ന്, പാവം ക്ഷീണം കൊണ്ടിറങ്ങി, ഇന്നലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഈ വചനം പറയുക, ഹല്ലേലൂയ, ഈ സങ്കീർത്തനങ്ങളൊക്കെ പറയുക. അങ്ങനെ പറഞ്ഞപ്പോൾ യഹോവന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പക്ഷേ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും, തിരുനാമ നിമിത്ത നീതിപാതകളിൽ കൂടി നടത്തുന്നു, കൂരി താഴ്വരെ. ഇങ്ങനെയുള്ള വാക്കുകൾ വായിച്ചപ്പോൾ ഈ രീതിയിൽ പോകുന്ന ഒരാടിനെ നമ്മുടെ കർത്താവ്, നാം ഒരാടാണല്ലേ, നമ്മെ നയിക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ ഒരിടയൻ ഒരു ആടിനെ നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഈ ആടുകളെ എല്ലാം കൂട്ടി കൊണ്ടുപോകുമ്പോൾ ഈ ആടിലൊക്കെ പലതും രോഗം വന്നും പലതിനും അപകടം സംഭവിച്ചും പോകാൻ സാധ്യതയുണ്ട്. ദൈവജനമാകുന്ന നമുക്ക് ഈ രീതിയിൽ ഹല്ലേലൂയ, ഈ രീതിയിൽ ഒരു കൂട്ടുണ്ടാക്കിയിട്ട് ഈ എണ്ണ എടുത്ത് നെറുകയിൽ തേച്ച് പിടിപ്പിക്കുമ്പോഴാണ് ഈ ആടിന് ഈച്ചയുടെയും മറ്റു പറവകളുടെ ശല്യമില്ലാതെ മുന്നോട്ട് പോകുന്നത്. ഈ ശല്യം വന്ന് ഈ ചെവിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ആട് ചത്തുപോകും. ഈ ആട് ചത്തുപോകും. പക്ഷെ ഈ എണ്ണ തേച്ച് വിടുന്ന
ആടുകൾക്ക് ഈ ഈച്ചകളൊന്നും പിടിക്കുകയില്ല. ഹല്ലേലൂയ. ഇങ്ങനെ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഹല്ലേലൂയ നമ്മുടെ ദേഹത്ത് നമ്മളുടെ മേൽ ഉണ്ടെങ്കിൽ ഒരു ഈച്ചയും നമ്മെ പിടിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ സാന്നിധ്യമുള്ള മക്കൾക്ക് പ്രാർത്ഥന, കൂട്ടായ്മ, അപ്പനുറുക്കല്, ദൈവദാസന്മാരുടെ ദാസിമാരുടെ ഉപദേശം ഹല്ലേലൂയ ഇതൊക്കെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ ഈച്ച കയറത്തില്ല, ഈച്ച കയറി പിടിക്കില്ല. ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിന്റെ നാമത്തിലായതിനു ശേഷം ഒരു ഈച്ചയ്ക്ക് എന്നെ തൊടാൻ ഹല്ലേലൂയ. അതുവരെ പല ഈച്ചകളും പല രീതിയിലും എന്നെ ഉപദ്രവിച്ചു, പല ഈച്ചകളും എന്നെ ഉപദ്രവിച്ചു. ഈച്ച തന്നെ പറഞ്ഞിട്ട് കിടക്കും ഞാൻ പലവട്ടം. പക്ഷെ കർത്താവ് സമ്മതിച്ചില്ല എന്നുള്ളത് ഈച്ചയ്ക്ക് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മ ശക്തി എന്റെ മേൽ വ്യാപരിച്ചപ്പോൾ കർത്താവിന്റെ കൂട്ടായ്മയും ഉപദേശവും അപ്പനുറുക്കലും അല്ലെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് കർത്താവിന്റെ മക്കളോട് കൂടി നടന്ന് ജീവന്റെ വചനത്തിൽ പ്രത്യാശ വെച്ച് ജീവിച്ചപ്പോൾ ഒരു ഈച്ചയ്ക്ക് എന്നെ തൊടുവാൻ പറ്റുന്നില്ല. ഭയങ്കര ദേഷ്യം, ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. വളരെ വളരെ ശല്യം ചെയ്യാൻ ശ്രമിക്കും. ഹല്ലേലൂയ. പക്ഷെ ഒന്ന് ഓർക്കുക, ഒരു ഈച്ചയ്ക്ക് ഇനി തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മെ നടത്തിയാൽ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഹല്ലേലൂയ പറയേണ്ടുന്ന വാക്കുകൾ, ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ, ഹല്ലേലൂയ ചിന്തിക്കേണ്ടത്, ഹല്ലേലൂയ ഇതൊക്കെയും തെറ്റിപ്പോയി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഹല്ലേലൂയ വ്യാപരിച്ചില്ലെങ്കിൽ ആ തെറ്റിനെ അങ്ങ് പറഞ്ഞു ചെയ്ത് നടന്നു നടക്കുന്നതെങ്കിൽ അവസാനം ചെന്ന് വീഴുന്നത് മരണത്തിലേക്ക്. എന്നാൽ ജീവന്റെ മാർഗത്തിൽ ഹല്ലേലൂയ നാം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ജീവൻ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ, ജീവന്റെ മക്കള് ഹല്ലേലൂയ ജീവൻ പ്രാപിച്ച മക്കളുടെ കൂട്ടത്തിൽ നടന്നുകൊണ്ട് ജീവൻ തന്ന യേശു ക്രിസ്തുവിലൂടെ നിത്യ ജീവനിലേക്ക് കടക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന്റെ കാൽവരി രക്തത്തെ ഓർക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. നാം ഒരു കാലത്ത് ദോഷത്തിൽ നടന്നവരായിരുന്നു, ഒരു ദോഷവും പറ്റാതെ നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ദോഷത്തിൽ തന്നെ കിടന്നിരുന്ന മക്കളാണോ ഏതുമാകട്ടെ, കർത്താവ് പറയുന്നു ഇപ്പോൾ എന്റെ അടുക്കൽ വരുവിൻ, നീ ഇപ്പോൾ വാ, ഇപ്പോൾ കേൾക്കുന്ന ഈ വചനം നിന്നെ ശുദ്ധിയുള്ളതാക്കട്ടെ. ഇപ്പോൾ യേശു ക്രിസ്തുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പലപ്പോഴും പല ദൈവദാസന്മാരും ഹല്ലേലൂയ ദൈവമക്കൾ, ഒരിക്കൽ ഞാനൊരു സ്ഥലത്തിരുന്ന് ക്ഷമിക്കണം കേട്ട രാഷ്ട്രം ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പം ദൈവദാസന്മാരിൽ രണ്ടുപേരെ എഴുന്നേറ്റ് പ്രസവിച്ച ഒരെണ്ണം പോകത്തില്ല സ്വർഗത്തിൽ, ഒരെണ്ണം പോകത്തില്ല സ്വർഗത്തിൽ. അപ്പോൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ 3-4 പേരുടെ മനസ്സ് വളരെ വിങ്ങി. അവരുടെ രീതി, അവർ കർത്താവിനെ അനുസരിച്ച് നടക്കാൻ ആഗ്രഹിച്ചു വന്നവരെ. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട്, നീ 2 വാക്ക് സംസാരിക്കണമെന്ന്. എനിക്ക് അവിടെ കയറി സംസാരിക്കാൻ ഒരു വ്യവസ്ഥയില്ല. ഞാൻ പറഞ്ഞ കർത്താവ് അവിടെ കയറി ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? പക്ഷെ എനിക്ക് എന്നോട് പറഞ്ഞു, നീ പെട്ടെന്ന് വചനം നോക്ക്. എനിക്ക് പെട്ടെന്ന് വചനം തന്നു. ഒരു തരത്തിൽ അതിനകത്ത് കയറാൻ ഒരു സാധ്യതയില്ല. ഞാൻ വചനവും വായിച്ചു. 4 പേരും വളരെ മനസ്സ് പഠിച്ച് പിന്നാലെ പോകാനിരിക്കുന്നു. നമ്മൾ അറിയുന്നില്ല, പരിശുദ്ധാത്മാവ് അറിയുന്നു. ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്നല്ലേ പറയണം. ഇവിടെ സമാധാനത്തിന്റെ സുവിശേഷം എന്നേ പറഞ്ഞു കൊടുത്തു. അപ്പോഴും ഞാന് അവിടെ അനങ്ങാതിരുന്നപ്പോ പെട്ടെന്ന് അധ്യക്ഷനായ വ്യക്തി പറയുവാണ്, നമുക്കിനി ഒരു 15 മിനിറ്റ് ജെസ്സിയാന്റിയിൽ നിന്ന് കർത്താവിന് പോയി. ഒരു സാധ്യതയില്ല. പരിശുദ്ധാത്മ 2 സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ പോലും എനിക്ക് അതിനകത്ത് കയറി നിൽക്കാൻ വ്യവസ്ഥയില്ല. അവരങ്ങനെ അനുവദിക്കുന്നില്ല. 2 സ്ഥലത്ത് അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പരിശുദ്ധാത്മാവെ ശക്തിപ്പെട്ടു. പിള്ളേരുടെ കൂടെ ഇരുന്ന് താഴെ ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ ആ വചനം എടുത്ത് സംസാരിച്ചു. 3-4 പേര് എന്റെ അടുത്ത് വന്നു, ജെസ്സിയാന്റി ഞങ്ങൾ വീട്ടിൽ പോകണമെന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു സമാധാനമായി. കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നതാണ്. കർത്താവ് ക്ഷമിക്കാനല്ലേ വന്നത്. നിന്റെ പാപം എത്ര കടുച്ചുപോയിരുന്നാലും അത് രക്താംബരം പോലെ ചുമന്നിരുന്നാലും പഞ്ഞി പോലെ ആക്കാമെന്ന് പറയുന്ന യേശു. സകല മനുഷ്യരും പാപികളാണ്, ഒരുത്തൻ പോലും നീതിമാനില്ല, ആരുമില്ല. എല്ലാവരും തെറ്റ് ചെയ്ത് ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെടുത്തിയവരെ തേടി വന്ന കർത്താവിന്റെ അടുത്ത് തിരിയുമെങ്കിൽ പിന്നെ മടക്കി എടുക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ
കർത്താവ് വളരെ സ്നേഹസമ്പന്നനായ ദൈവമാണ്. മനുഷ്യന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളുമല്ല എന്റെ വഴികൾ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന മക്കളും പലപ്പോഴും പല വിധികളും നടത്തുന്നുണ്ട്. നാം ഉൾപ്പെടെ, എന്നെ ഉൾപ്പെടെയാണ് പറഞ്ഞത്, നമ്മൾ പലരും പല വിധികളും നടത്തുന്നുണ്ട്. നീ വിധിക്കരുത്, നിന്റെ സംശയ വിചാരങ്ങളെ നീ വിധിക്കരുത്, എന്നാൽ നീ വിധിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹത്തോടെ നമുക്ക് നിത്യതയിലെത്താനുള്ള വചനമാണ് നാം ഈ പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവിന്റെ രക്തത്താലുള്ള വിടുതൽ കിട്ടിയ നാം പടർന്നു പന്തലിക്കണം. ഹല്ലേലൂയ. എങ്ങനെ? കർത്താവ് പറഞ്ഞു, ഞാൻ വെളിച്ചമാകുന്നു, നിങ്ങൾ വെളിച്ചമുള്ളവരായി തീരുവിൻ. എങ്ങനെയാണ്? മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് വെക്കാനല്ല, ടോർച്ചടിച്ചുകൊണ്ട് വെക്കാനല്ല പറയുന്നത്. എന്റെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഒരു നന്മ ഞാൻ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താമെങ്കിൽ എനിക്കും കാണുന്ന തെറ്റുകൾ നിങ്ങൾക്കും തിരുത്താം. ഹല്ലേലൂയ. ഞാനും അതിന് താഴ്ന്നിരിക്കണം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ, തക്ക സമയത്ത് ഞാൻ നിന്നെ ഉയർത്താം. ഹല്ലേലൂയ. അങ്ങനെയുള്ള വലിയ വലിയ വാഗ്ദത്തങ്ങൾ തന്ന ദൈവത്തിന്റെ ആ വാഗ്ദത്തങ്ങളെയാണ് നാം മുറുകെ പിടിക്കേണ്ടത്. എനിക്ക് എവിടെ ചെന്നാലും നിനക്ക് അത് കിട്ടും, നീ എയർപ്ലെയിനിൽ പോകും, നിനക്ക് സമ്പത്ത് വർദ്ധിക്കും പറയാൻ എനിക്കില്ല. ഹല്ലേലൂയ. എന്റെ സമ്പത്ത് കർത്താവാണ്. ഹല്ലേലൂയ. ഈ കർത്താവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സകലതുമായി. ഹല്ലേലൂയ. എനിക്ക് ജ്ഞാനമില്ല, അറിവില്ല, സന്തോഷമില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല. എന്റെ കർത്താവിനോട് ഞാൻ ചോദിക്കുന്നത്, എന്റെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ചോദിക്കുന്നത്, കർത്താവെ, സ്വർഗത്തിലുള്ള ജ്ഞാനവും അറിവും സന്തോഷം എന്റെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് കർത്താവ് കൊടുക്കണമേ. 2 കൊച്ചു കുഞ്ഞുങ്ങളെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഒറ്റ വിഷയമേ ഉള്ളൂ. ഹല്ലേലൂയ. സദ്ബുദ്ധി, സത്സഭ, വിവേകം, പരിജ്ഞാനം, ജ്ഞാനം, അറിവും സന്തോഷവും സ്വർഗത്തിലെ ജ്ഞാനവും കർത്താവ് മക്കൾക്ക് മാത്രമേ പറയാനേ എനിക്കുള്ളൂ. ഹല്ലേലൂയ. എന്റെ മക്കൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹം. കുറെ സമ്പത്ത് കൊടുത്തിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് ഗുണം? ഹല്ലേലൂയ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളില്ലാതെ കൃപാവരങ്ങളെയും കൊണ്ട് നടക്കുന്ന എന്തിനാ? അത് വിറ്റ് പൈസ ഉണ്ടാക്കാം. സ്വർഗത്തിലെത്തുകയില്ല, അത് വിറ്റ് പൈസ ഉണ്ടാക്കാം. എനിക്ക് പ്രവചന വരവുണ്ട്, ഞാൻ എന്തും പറയാം. കണ്ടാ മതി. കുറ്റം പറയല്ല, കുറ്റമല്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇവിടം കൊണ്ട് തീരും. കഴിഞ്ഞ ദിവസം കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു കൊടുത്തു, വചനം പറയുമെങ്കിൽ വലിയ വലിയ ഓഫറുകൾ കൊടുക്കണ്ടേ. ഈ ഭൂമിയിലെ ഓഫർ ഇവിടെ നിന്ന് തീരും. നമുക്ക് സ്വർഗത്തിലുള്ളത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാതെ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, യഹോവയുടെ ദയ എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും മക്കളുടെ മക്കൾക്കും ഉണ്ടാകുമെന്നൊരു അരുളപ്പാട് കർത്താവിൽ നിന്നുണ്ട്. നാം ഏതെല്ലാം വഴികൾ കൂടി സഞ്ചരിച്ചാലും എങ്ങനെ പോയാലും നാം ചിന്തിക്കേണ്ട ഒറ്റ കാര്യങ്ങളുള്ളൂ, കാൽവരിയിലെ രക്തവും സ്വർഗത്തിലെ നിത്യമായ ജീവിതവും. ഹല്ലേലൂയ. ഇത് മാത്രം കണക്ട് ചെയ്തുകൊണ്ട് ജീവിതം തുടങ്ങി മുന്നോട്ട് കർത്താവിന്റെ വചനം എടുത്ത് മുന്നോട്ട് പോയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും, ഉറപ്പാണ്. എന്നോട് പലരും പറയും, നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്ത് കിട്ടി? എങ്ങനെ ഇപ്പോൾ പോകുന്നവർക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് പറയുന്നല്ല. എനിക്ക് ദൈവം തന്നാൽ അതുകൊണ്ട് ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് വരണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഞാൻ അറിയുന്നതിന് മുമ്പ്, നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് എന്റെ കൂട്ടുകാരോട് ദൈവം പറയും, ഒരു 500 രൂപ അയച്ചു കൊടുത്തേക്കണേ. വളരെ ഗൂഗിൾ പേയിൽ ഞാൻ ഫോൺ നോക്കുമ്പോ 500 രൂപ. ഞാൻ ഇന്നലെ അവർക്ക് പനിയായിട്ട് അവരെ തിരിച്ചു വിളിക്കും. നിങ്ങൾക്ക് പനിയും ആശുപത്രി കേസുമായിട്ടിരിക്കുമ്പോ ഈ 500 രൂപ ഇപ്പം ഞാൻ പാസിനോട് പറഞ്ഞു, ഇപ്പൊ അത് അയക്കേണ്ട കാര്യമില്ല, എനിക്ക് വളരെ വിഷമം തോന്നുന്നെന്ന് പറഞ്ഞു. അവരൊന്നും പറഞ്ഞില്ല. അതൊക്കെ ഞങ്ങൾക്കുള്ളത് നഷ്ടമാകാതെ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് തരണം. ഹല്ലേലൂയ. അത്രത്തോളം ദൈവം നടത്തുന്നുവെങ്കിൽ ഞാൻ പിന്നെ എന്തിന്? ഹല്ലേലൂയ. എല്ലാവരും വരുന്നതിന് 50 രൂപ, പോകുന്നതിനും 50, 45 രൂപ. ആ കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ വരെ നിന്റെ പൈസ എടുത്ത് പോകണ്ട, നിന്റെ പൈസ നിന്റെ കയ്യിലിരിക്കട്ടെ. വേലക്കാരൻ കൂലിക്ക് യോഗ്യമാണ്. തന്നെയുമല്ല, ഞാൻ ആർക്കും കടക്കാരനല്ല. നിന്റെ കയ്യിൽ ചിലപ്പോൾ 1000കണക്കിന് രൂപ ഉണ്ടാകും, പക്ഷെ അതെടുത്തിട്ട് നീ പോകണ്ട. എന്റെ കയ്യിൽ ഇതിരിക്കട്ടെ. തിരുമലയ്ക്ക് പോയിച്ചു വരുന്നതിന് 100 രൂപ അതിരിക്കട്ടെ. എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ഇളിഫയായിട്ടുണ്ട്, അതായത് നാണം കെട്ട് നിന്നിട്ടുണ്ട്. എനിക്ക് പലവട്ടം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, ഞാൻ ആർക്കും കടക്കാരനല്ല എന്ന്. നേരോടെ നടക്കുന്നവർക്ക് ഒരു ജീവിതത്തിൽ അനുഭവം. ഞാൻ ഫുള്ള് നേരാണെന്നല്ല പറയുന്നു, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് വെളിച്ചത്തിലുള്ളത്. ബാക്കിയുണ്ടല്ലോ, എഫേസ്യരുടെ ലേഖനം 5:9 ഒന്ന് വായിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എഫേസ്യരുടെ ലേഖനം കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പോൾ അത് വാക്യം വളരെ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ അങ്ങനെ നടക്കാൻ ശ്രമിച്ചാൽ, ഹല്ലേലൂയ,
കർത്താവിന് പ്രസാദമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇന്നലെ ചെയ്തതല്ല, ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ ഞാൻ പല കുഴപ്പങ്ങളിലായിരിക്കാം, ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് എന്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഓ, വെളിച്ചത്തിലുള്ളത് അന്വേഷിക്കും. വെളിച്ചത്തിലുള്ളത് കർത്താവേ, ഞാനിത് വായിച്ച് പഠിച്ചിട്ട് ഞാൻ ചോദിച്ചു, കർത്താവേ വെളിച്ചത്തിന്റെ ഫലം എന്തൊക്കെയാണെന്ന്. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു തന്നിട്ട് നിർത്തിയില്ല. കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ ചോദിച്ചു, എന്റെ കർത്താവെ വെളിച്ചത്തിന്റെ ഫലം എന്തൊക്കെയാണെന്ന് ചോദിച്ചു. കർത്താവ് പറയാണ്, വെളിച്ചമെന്ന് പറയുന്നത് അത് പകലാണ്, അത് നല്ലതാണ്, അത് ഉയരമാണ്, അത് നന്മയാണ്, സന്തോഷമാണ്, പ്രഭാതമാണ്, ജീവനാണ്, അത് പ്രഭയാണ്, ശോഭയാണ്, ശുഭമാണ്, വിശുദ്ധമാണ്, ഉണർവാണ്, കായികമാണ്, മധുരമാണ്, ഓപ്പണാണ്. ഓ, അത് നന്മയാണ്, നീതിയാണ്, അത് വിജയമാണ്, മന്ദസ്മിതമാണ്, പുഞ്ചിരിയാണ്, അത് ചിരിക്കുമെന്ന്, ധൈര്യമാണ്, മനോഹരമാണ്, സ്വർഗീയമാണ്, അത് ശാന്തതയാണ്, അത് ആസ്വദിക്കുന്നതാണ്, അത് പച്ചപ്പാണെന്ന്, അത് ദയാണ്, കരുണയാണെന്ന്, അല്ലെങ്കിൽ അത് മയമാണ്, അത് ക്ഷമയാണ്, അത് ശരിയാണ്, അത് വെണ്മയാണ്, അത് സമൃദ്ധിയാണ്, തൃപ്തിയാണ്, ഐശ്വര്യമാണ്, അത് മൃദുവാണ്, അത് എളുപ്പമാണ്, അത് വേഗമാണ്, വൃത്തിയില്ല, അത് ശ്രേഷ്ഠമാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ മതി. ഇത്രയും പറഞ്ഞപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ മതി. മനസ്സിലായി. വെളിച്ചത്തിന്റെ ഫലം എന്താണെന്ന് സംശയം. അതായത് നമ്മുടെ ഭവനത്തിൽ ഒരു വ്യക്തി വന്നാൽ ആ വ്യക്തിയെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. ചിരിക്കുന്നില്ല എങ്കിൽ അത് ഫലത്തിന്റെ അകത്ത് വരത്തില്ല. എന്റെ മുഖം ശരിയല്ല, ആള് വന്നു, എന്റെ മുഖം ശരിയല്ല, കൈയൊക്കെ കൊടുത്ത് കയറ്റി, എന്റെ മുഖം ഒട്ടും ശരിയല്ല എങ്കിൽ അവിടെ ഫലം വരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വ്യക്തമായിട്ട്, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോവുകയാണ്, വീട്ടിൽ വന്നിട്ട് പോവുക, ശരിയെന്ന് പറഞ്ഞ് എളുപ്പം ഞാൻ കഥകടത്താൻ, അതും ശരിയല്ല. അത് പുറത്ത് അവരുടെ ഒപ്പം ഇറങ്ങുക, അവരെ ഒന്ന് യാത്രയാക്കുക, ഇതൊക്കെ വ്യക്തമായിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഹല്ലേലൂയ. അങ്ങനെ ഓരോരോ ചെറിയ കാര്യത്തിൽ പോലും കർത്താവിന്റെ ശ്രദ്ധയുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ. ദൈവമക്കളായിരിക്കുന്നവർക്ക്, അതാണ് ഞാൻ ആദ്യം വായിച്ചത്, ദൈവസന്തതിയായവൻ അവന്റെ വചനം കേൾക്കും. ദൈവസന്തതിക്ക് മാത്രമേ ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കൂ. ദൈവസന്തതി അല്ലാത്ത ഒരു വ്യക്തിക്ക് ദുഷ്ടത നിറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല, സ്നേഹിക്കാൻ സാധിക്കില്ല. എന്നോട് പ്രയാസം കാണിച്ച ഒരു വ്യക്തി റോഡിൽ നിന്ന് വരികയാണ്. അപ്പൊ ഞാൻ ഇതും പിടിച്ച് വലിയ ആളായിട്ട് നടക്കുകയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഭർത്താവ് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, പറ്റണം, ക്ഷമിച്ചേ പറ്റൂ. ആ വ്യക്തി തകർത്ത് കളഞ്ഞു തന്നെ. ഹല്ലേലൂയ. പക്ഷെ ആ അടുത്ത് വന്നപ്പോ പുള്ളിക്കാരി ഇങ്ങനെ പോയി, ചേച്ചി എവിടെ പോവാ, എപ്പോഴാ വന്ന് ചേച്ചിയോട് സ്നേഹത്തോട് സംസാരിച്ചപ്പോ ചേച്ചി അതിനേക്കാൾ വളരെ സ്നേഹത്തിൽ എന്നോട് സംസാരിച്ചു. ഞാനും അവരുടെ അതേ മുഖം വെച്ച് പോയിരുന്നെങ്കിൽ ഞാനും അവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദൈവം തരുന്നതാണ്, ദൈവത്തോട് ചോദിക്കുക, കൃപയാൽ ലഭിച്ചതാണ്. എന്റെ കഴിവല്ല, എനിക്ക് ക്ഷമിക്കാനുള്ള കഴിവില്ല. പക്ഷെ ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നു. ഇതേപോലെ ജീവിതത്തില് എന്തവസ്ഥയായിരുന്നാലും അത് മാറ്റിക്കളയുവാൻ ദൈവത്തിന് സാധിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം. അതുകൊണ്ടല്ലേ പലരും പറഞ്ഞു ചോദിച്ചു, കഠിന വാക്ക്, ഇത് ആർക്ക് സാധിക്കുമെന്നും പറഞ്ഞാ കൂടെ കൂടിയൊരു പോയതല്ലേ. പക്ഷെ കർത്താവ് അന്നേരം പറഞ്ഞത്, ഇത് ദൈവത്താൽ സാധ്യമാണ് കേട്ടോ. ഇത് മനുഷ്യരിൽ അസാധ്യമാണെങ്കിൽ ദൈവത്താൽ സാധ്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ മക്കൾക്ക് പൂർണ്ണ പ്രതിഫലം കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദൈവം. നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ ദൈവം. നീ എന്നോട് ചോദിച്ചുകൊണ്ടാ നിന്റെ ആഗ്രഹം, നിന്റെ സന്തോഷം പൂർണ്ണമാകുമെന്ന് തരാമെന്ന് പറഞ്ഞ ദൈവം. ഇത്ര ഒരു വലിയ ശ്രേഷ്ഠനായ ദൈവത്തെ കിട്ടിയ നമ്മെ പോലുള്ള ഭാഗ്യമുള്ളവർ വേറെ ഈ ലോകത്തിൽ ആരും. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതവർക്കും വിശുദ്ധവർക്കും സ്വന്തം ജനം. മുൻപേ കരുണ ലഭിക്കാത്തവർ ഇപ്പോൾ കരുണ ലഭിച്ചവർ, മുൻപേ സ്വന്തം ജനമല്ലാത്തവർ ഇപ്പോൾ സ്വന്തം ജനമായി നിൽക്കുന്നവർ. അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം ജനമാക്കി കർത്താവിന്റെ മക്കളാക്കി നമ്മെ ചേർത്ത് പിടിച്ച് നമുക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ വീണ്ടും പറയും, ഇന്നലെ നീ ചെയ്തതല്ല, ഇന്നലെ ചെയ്തത് നീ ഇന്നലത്തെ ചെളിക്കകത്ത് കിടന്ന് ഉരുളണ്ട, ചാടി എഴുന്നേറ്റുള്ളൂ. നിന്റെ പുതപ്പെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ചാടി എഴുന്നേക്കുക. നീ അവിടെ തന്നെ കിടന്ന് ഉരുളേണ്ട ആവശ്യമില്ല. നിനക്ക് തെറ്റു പറ്റിയോ, നിനക്ക് കളയാൻ പറ്റാത്ത ചില പുതപ്പുകളുണ്ടോ, ഇട്ട് കളയുക, ചാടി എഴുന്നേൽക്കുക, കർത്താവിനെ അനുഭവിക്കുക. സാക്ഷ്യങ്ങളാൽ ഈ ഇത്രയും കാര്യങ്ങൾ കർത്താവിന്റെ നാമത്തിൽ പറയുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചു. കർത്താവിന്റെ ചങ്കു പിളർന്നു എന്നല്ലേ, എനിക്ക് ആ പാട്ട് എനിക്ക് ഓർമ്മ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ
തന്നുയിർ തന്നതാണേ. ഓ ചങ്കു പിളർന്നതാണേ, നിനക്കവൻ തന്നുയിർ തന്നതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. കണ്ട, കർത്താവ് നാം പാപികളായിരുന്നപ്പോൾ തന്നെയാണ് സ്നേഹിച്ചത് അല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന എന്തെങ്കിലും ഭാരം കിട്ടുമോ, നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിഞ്ഞാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞ ചങ്കു പിളർന്നു എപ്പോഴാണ് ആ പ്രാണൻ ഉലഞ്ഞത്, കർത്താവിന്റെ പ്രാണൻ ഉലഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് താഴ ലോകത്തിലേക്ക് താണിറങ്ങി വന്ന കർത്താവിനേക്കാൾ താഴേണ്ടവരല്ലേ നമ്മൾ. ഹല്ലേലൂയ. ഇന്ന് പലയിടത്തും നാം ചെല്ലുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? വിശ്വാസികൾ ഇരുന്ന് കൈയടിച്ച് ശക്തമായിട്ട് ആരാധിക്കും അല്ലേ? അങ്ങനെയല്ലേ കാണുന്നത്? പറയാതിരിക്കാൻ പറ്റത്തില്ല. പലയിടത്തും ചെല്ലുമ്പോൾ ദൈവദാസന്മാർ അവര് കൈയൊക്കെ കെട്ടി ഇതൊക്കെ കാണാൻ കാഴ്ചക്കാരായിട്ട് അല്ലേ? ഇത് ഞങ്ങള് ഇവിടുന്ന് വന്നത്. പക്ഷെ കർത്താവും വന്നതാണപ്പോ, നിങ്ങൾ വന്നതാണ്, കർത്താവും വന്നായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശങ്ങളാണ്, കർത്താവിന്റെ മക്കളാണ്. ഒരുമിച്ച് വേണം കർത്താവിനെ ആരാധിച്ച്. ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിരുന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ മക്കളായിട്ട് ഒരുമിച്ചിരുന്ന് കർത്താവിനെ ആരാധിച്ച് ഘോഷിച്ച് ഉല്ലസിച്ച് മഹത്വപ്പെടുത്തുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ട. ഹല്ലേലൂയ. ഓ, എന്നെയും നിന്നെയും വീണ്ടെടുത്തത് കർത്താവിന്റെ വിശുദ്ധ രക്തത്താലാണ്. ആ ശുദ്ധ രക്തത്താൽ, കൃപയാൽ, വിശ്വാസത്താൽ, കൃപയാൽ അല്ലാതെ ഈ രക്ഷ നമുക്ക് ഇല്ല. നമ്മുടെ ഒന്നും പറയാനില്ല, ഒന്നും പ്രശംസിപ്പാനില്ലെന്ന് വചനം തന്നെ പറയുന്നു. അതുകൊണ്ട് താങ്കളുടെ പ്രവൃത്തിയോ ഒന്നും കാരണമാക്കേണ്ട. ഞാൻ എന്തെങ്കിലും കുറച്ച് രൂപ അല്ലെങ്കിൽ ഞാൻ വലിയ വലിയ നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ പ്രവൃത്തികളുടെ വിശേഷത വചനം പറയുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, നിന്റെ നന്മ പ്രവൃത്തികൾ, നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണി, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്തെങ്കിലും കൊടുത്തിട്ട് ഹല്ലേലൂയ വലിയ കാര്യം നേടിയെന്ന് വിചാരിക്കുന്നുവെങ്കിൽ തെറ്റി. ഹല്ലേലൂയ. വിധവയുടെ 2 കാശിന് വില കൽപ്പിച്ച കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം അത് മനസ്സിലാക്കുക, കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക, കർത്താവിന്റെ ക്ഷമയുടെ ഭാവത്തെ, കർത്താവിന്റെ സ്നേഹത്തിന്റെ ഭാവത്തെ, കർത്താവിന്റെ താഴ്മയുടെ ഭാവത്തെ ഞാനും നിങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കിക്കൊണ്ട് ഞാൻ സ്വർഗത്തിന് അവകാശിയായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നെ തന്നെ ഹല്ലേലൂയ, എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുക. ബാക്കി കർത്താവിനോട് പറയുക, കർത്താവേ, എനിക്ക് ഇന്ന കാര്യങ്ങൾ സാധിക്കുന്നില്ല, എന്നെ രക്ഷിക്കണമേ. ഞാൻ പലപ്പോഴും പലരുടെയും കുറ്റം പറഞ്ഞു പോകുന്നു, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ഏറ്റവും കൂടുതൽ ഒന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ഉപവാസത്തോടെ ജാഗ്രതയോടെ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ എന്തെങ്കിലും ദോഷത്തിൽ നമ്മളാണ്. ആ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ആ തന്ത്രങ്ങളെ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് പെട്ടെന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് മുറ്റത്ത് വന്നപ്പോ സിസ്റ്റർ അറിഞ്ഞായിരുന്നു അവൻ ഇങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ അങ്ങനെയായിരുന്നു. അത് ഞാനും കൂടിച്ചേർന്നു. ഇത് പെട്ടെന്ന് എനിക്ക് ഓർമ്മപ്പെടുത്തും, ഇതൊരു തന്ത്രമാണ്, ഇതൊരു തന്ത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. അതാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. കർത്താവിനോട് കൂടുതൽ അടുക്കുന്നവർക്ക് കൂടുതൽ പ്രകോപിപ്പിക്കാനും ദേഷ്യമുണ്ടാക്കുവാനും കഷ്ടതയായി പോയില്ല എന്ന് പറഞ്ഞ് പിറുപിറുക്കാനുള്ള അവസരങ്ങൾ കൊണ്ടുവന്നിട്ടും അത് സാധാരണ ഒരു കുഴപ്പമില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. കർത്താവിനോട് കൂടുതൽ അടുത്ത് കർത്താവിന്റെ വചനം പഠിച്ച് കർത്താവിന്റെ കൂട്ടായ്മയിൽ കൂടി ആത്മീയ വർധന പ്രാപിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മക്കളുടെ ഉപദേശം കേട്ടിട്ട് വിശ്വാസത്തിൽ ഉറച്ചു സ്തോത്രത്തിൽ കവിഞ്ഞു വിരിക്കണമെന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്നവർ സ്തോത്രം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക. സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ വളരെ ജാഗ്രതയോടെ ഹല്ലേലൂയ. ഇന്നലെ ദേവദാസൻ എടുത്തതുപോലെ വെളിപ്പാട് 3:19 വായിക്കാമോ? വെളിപ്പാട് 3:19 ഹല്ലേലൂയ. അതും കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപ്പാട് 3:19 ഇങ്ങനെ എനിക്ക് പറയുന്നു. പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇത്രേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിന്റെ മക്കളാണ്, കവളുടേമാരല്ല അല്ലെ, മക്കളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ചെയ്യുന്ന ആ പറയുന്ന പ്രവൃത്തിക്ക് വെറുതെ പെട്ടെന്ന് ഒരു കൊട്ട് കിട്ടിയേക്കാം. അപ്പോൾ നമ്മൾ ശാസിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ നീ ജാഗ്രതയോടെ ഇരിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധയോട് കൂടി ഇരിക്കുക. നമുക്ക് വേറുള്ള ശ്രദ്ധയിലേക്ക് പോകണ്ടെന്നേ, നാം ഉയരത്തിലുള്ളത് ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ ദോഷവശങ്ങളും കണ്ടുപിടിച്ച് മാറ്റാൻ നാം ശ്രമിക്കുക. എന്നോട് കൂടെ പറയുന്നു, നമ്മൾ എല്ലാവരും ഇക്കാര്യത്തിൽ ഒരുപോലെയാണ്. നമ്മൾ ആദ്യമേ വായിച്ചു, ഹല്ലേലൂയ, ദൈവ സന്തതിയായവൻ അവന്റെ വചനം കേൾക്കും. അങ്ങനെയെങ്കിൽ നമ്മെ തന്നെ പരിശോധിച്ചുകൊണ്ട് എനിക്ക് എന്റെ കർത്താവിനോട് കൂടെ നിത്യമായി വാഴാനുള്ള ഒരു കാലമുണ്ട്. ഇവിടുത്തെ ഭൂമിയിലെ ജീവിതം തീർന്നു കഴിയും. ഇപ്പോഴാണെങ്കിൽ വളരെ വളരെ മുൻപ് ഇഴഞ്ഞുകൊണ്ടിരുന്ന സമയം, പിന്നെ ഒന്ന് നടന്ന സമയം, ഓടിയ സമയം ഇപ്പൊ പറക്കുകയാണ്. ഹല്ലേലൂയ. വളരെ സ്പീഡിൽ പറക്കുകയാണ് സമയം. കർത്താവിനോട് അടുത്തടുത്ത് നാം വരുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് കർത്താവിന്റെ മക്കളായി, കർത്താവെ ഞങ്ങൾ അങ്ങനെ തന്നെ ആ നല്ല വഴിയിലൂടെ നടത്തണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി, കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് നമുക്ക് മാതാപിതാക്കൾ പഠിപ്പിച്ചിരുന്ന ചില പ്രാർത്ഥനകളുണ്ടല്ലേ, എന്നെ നല്ല വഴി നടത്തണമെന്ന്. ഹല്ലേലൂയ. അപ്പോഴൊക്കെ നമ്മുടെ ചിന്ത അഴുക്കും മുഴുക്കൊന്നും ഇല്ലാത്ത വഴി കൂടെ പോകണമെന്ന്. ഇപ്പൊ നമുക്ക് തിരിച്ചറിയാം ഏത് വഴിയാണ്. ഹല്ലേലൂയ. മനുഷ്യനെ മ്ലേച്ഛതകളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, കള്ളത്തരങ്ങളിലേക്ക്, ചതിവിലേക്ക്, വഞ്ചനയിലേക്ക്, സംസാരത്തില്, പ്രവൃത്തിയിൽ, ചിന്തയിലൊക്കെയും ദോഷവശത്തിലേക്ക് പോകാതിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയെ എന്നും വിളിക്കണം. പരിശുദ്ധാത്മ ശക്തി തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ. പക്ഷെ ആർക്കും വേണ്ട പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എടുത്ത് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് കർത്താവ് കണ്ടിട്ടാൽ പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുകയാണ്. പക്ഷെ വേറെയാണ് ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവെന്ന ആ എണ്ണ, ആ അഭിഷേകത്താൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആ രക്തക്കോട്ടയ്ക്കുള്ളിൽ പരിശുദ്ധാത്മാവ് നമ്മെ ചേർത്ത് പിടിച്ച് സൂക്ഷിച്ച് പരമാവധി ഹല്ലേലൂയ നാം ചേർന്ന് നിൽക്കുക. എന്നോട് ചേർന്ന് നിൽക്കുക അല്ലെ, എന്നോട് ചേർന്നിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എന്റെ നാമത്തെ അറിയിക്കാൻ വിടുവിക്കും അല്ലെ. കർത്താവിനോട് ചേർന്ന് എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അങ്ങനെ കർത്താവിനോട് ചേർന്നിരുന്നുകൊണ്ട് ആ നാമത്തെ അറിഞ്ഞുകൊണ്ട് നമ്മെ തന്നെ പരിശോധിച്ചുകൊണ്ട് കർത്താവിന്റെ മക്കളായി അന്ത്യത്തോളം കർത്താവിന് വേണ്ടി നിന്ന് നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്യത്തിൽ വിരമിക്കുന്നു.